من همزات الشياطين وأعوذ بالله أن يحضرون. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون. لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. വളരെ സ്നേഹം നിറഞ്ഞ നമ്മുടെ അഭിനന്ദരായ ഗുരുവര്യർ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ പ്രഗത്ഭ പണ്ഡിത നിരയിലെ കാരണവർ ബഹുമാനപ്പെട്ട PKP അബ്ദുസ്സലാം മുസ്ലിയാർ അവറുകളെ, ദീനീ പ്രവർത്തന രംഗത്ത് ഒരായുഷ്കാലത്തിന്റെ നിറവോടെ ഇന്നും സജീവ ദീനീ ദഅവി പ്രവർത്തന ഗോതയിൽ സമൂഹത്തിനൊപ്പം നിൽക്കുന്ന അഭിനന്ദരായ SKM സഹാജി സാഹിബ്, ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്ന എന്റെ അഭിനന്ദരായ സുഹൃത്ത് അബ്ദുൽ ബാഖി സാഹിബ്, ഇവിടെ വേദിയിൽ സന്നിഹിതരായ പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ട്, ഡോക്ടർമാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, വ്യവസായ പ്രമുഖരുണ്ട്, മറ്റു നമ്മുടെയൊക്കെ ഗുണകാംക്ഷികൾ, വിശിഷ്യ SKSFന്റെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഭാരവാഹികളായ സുഹൃത്തുക്കൾ, സാധുമാരെ, പാപ്പനിശ്ശേരിയിലെ ടൗൺ ശാഖ SKSF സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയിൽ അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ സന്തോഷത്തോടെ നമുക്കിവിടെ ഒരുമിച്ച് ചേരാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുന്നു. ഇതൊരുപാട് ചെറുപ്പക്കാരുടെ, നമ്മുടെ
SKSF-ന്റെ പ്രവർത്തകരായ ഒരുപാട് കുട്ടികളുടെ ചെറുപ്പക്കാരുടെ അധ്വാന ഫലമാണ്. ഈ ഒരു പന്തലും ഈ നിലവുമൊക്കെ ഇതിനു വേണ്ടി ഒരുക്കി മാസങ്ങളെടുത്ത അധ്വാനമാണെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട്. അല്ലാഹു തആല അതിനൊക്കെ രണ്ട് ലോകത്തും അവർക്ക് പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആ മക്കളുടെയൊക്കെ കുടുംബത്തിൽ, അവരുടെ മാതാപിതാക്കളിൽ, അവരുടെ ബന്ധുജനങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ബറക്കത്ത് അള്ളാഹു നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ അവരെയും നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരു സന്തോഷകരമായൊരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ചെറിയൊരു സന്തോഷക്കുറവ് എനിക്ക് തോന്നുന്നത് ഒരൽപ്പം ധൃതിയിൽ നേരത്തെ പരിപാടി തുടങ്ങേണ്ടി വന്നതാണ്. അത് മറ്റൊന്നുമല്ല, മഗ്‌രിബിന്റെ ശേഷം വളരെ പെട്ടെന്ന് തുടങ്ങി ഒരു 9 മണിയോടുകൂടെ നിർത്തി. മലപ്പുറത്ത് നമ്മുടെ പണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ഭാരവാഹിത്വമുള്ള ഒരു പരിപാടിയിൽ തങ്ങൾ സംബന്ധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ പരിപാടി കഴിഞ്ഞിട്ട് മലപ്പുറത്തേക്ക് യാത്ര ചെയ്തൊരു 11:30 മണിക്കെങ്കിലും കൊണ്ടോട്ടിയിലെത്തണം. ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമ്മൾ നേരത്തെ തുടങ്ങേണ്ടി വന്നത്. അത് ഞാനൊരു ചെറിയൊരു ജാമ്യമെടുക്കൽ കൂടിയാണ്. സമയം ഞാനും അബ്ദുൽ ബാക്കിയും തമ്മിൽ ഒരു ടേംസിലെത്തിയത് ഒരു 9:15 എനിക്ക് നിർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ യാത്ര വലിയ ബുദ്ധിമുട്ടായി പോകും. അതിന്റെ മുമ്പേ നിർത്തേണ്ടതാണ്. പക്ഷേ ഇത്രയും വലിയ സംവിധാനമൊക്കെ ഒരുക്കിയിട്ട് നമ്മൾ എത്രയും സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു സങ്കടമാവുമല്ലോ എന്നാണ്. അതിന്റെ ചെറിയൊരു ക്ഷമാപണം കൂടെ. ആരുടെയും മിസ്റ്റേക്ക് അല്ല, നമ്മുടെ ഈ പരിപാടിയാണ് വളരെ നേരത്തെ നമ്മൾ നിശ്ചയിച്ചത്. വളരെ നേരത്തെ, 3 മാസങ്ങൾക്ക് മുമ്പേ, 8 മാസങ്ങൾക്ക് മുമ്പേ എങ്ങാനും ഏൽപ്പിച്ച പരിപാടിയാണിത്. പക്ഷെ അതിനിടയ്ക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ആ വിഷയത്തിൽ തങ്ങളെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച് അവിടെ വരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു നിർവാഹമില്ല, നമ്മൾ പോയേ പറ്റൂ. അതിനാകെ നിർവാഹമുള്ളത് ഇത് കഴിഞ്ഞതിന്റെ ശേഷമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് അതും കൂടെ കഴിഞ്ഞിട്ട് വേണം അബുദാബിയിലേക്ക് സുബഹിക്ക് 4 മണിന്റെ വണ്ടിക്ക് തിരിച്ചു പോവാൻ. അപ്പൊ അങ്ങനെ ഒരു ധൃതിയിലുള്ള ഒരു ഓട്ടത്തിലാണുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ ശേഷമുള്ള നാട്ടിൽ ഞാൻ സംബന്ധിക്കുന്ന ആദ്യത്തെ പരിപാടിയാണിത്. അതുകൊണ്ട് തന്നെ ഒരൽപ്പം ഇസ്ലാമിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, ഇസ്ലാം എങ്ങനെയാണ് ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നത്, ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ സെക്രട്ടറി മുതൽ വാർഡ് മെമ്പർ വരെയുള്ള നിൽക്കുന്ന നമ്മുടെ അധികാര ശ്രേണിയിൽ അതിന്റെ മുകളിലും താഴെയുമായി നിൽക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലും തിരുനബിയുടെ ശരീഅത്തിലും ഇസ്ലാമിക സംസ്കാരത്തിലുമായി നമ്മെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ ആയിക്കോട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി ചിന്തിച്ചു പോയതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ, കേരളീയ മുസ്ലിങ്ങളെ വിശേഷിച്ചും ഇന്ത്യയിലൊട്ടാകെയുള്ള വിശ്വാസി സമൂഹത്തെയും അല്ലാത്തവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തവും സമാധാനപരവും മമതയിലും സൗഹാർദ്ദത്തിലുമുള്ള ഒരു ജീവിതം ഈ രാജ്യത്ത്, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ എവിടെയൊക്കെ വിശ്വാസികളുണ്ടോ, എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയൊക്കെയും സമാധാനപരമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം അല്ലാഹു നമുക്ക് ഒരുക്കി തരട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു. മുസ്ലിമീങ്ങൾ സമർക്കന്ത് കീഴടക്കുന്ന ഒരു രംഗം. ഇത് SKSF-ന്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ SKSF-ന്റെ കഴിഞ്ഞ ഏറ്റവും വലിയ മഹാസമ്മേളനം സമർക്കന്ത് നഗരിയിൽ നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സമർക്കന്ത് ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിന്റെ ഭാഗമാണ്. മുസ്ലിമീങ്ങൾ ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്. കാരണം ഇസ്ലാമിന്റെ ശക്തി വന്ന ഒരു സാഹചര്യത്തിൽ
അറേബ്യൻ ഉപദ്വീപും അതിന്റെ പരിസര പ്രദേശങ്ങളും അയൽ രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും കടന്ന് ഇസ്ലാം ഇതിന്റെ ചൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഭരണകൂടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അധികാര മണ്ഡലങ്ങൾ വർദ്ധിക്കുകയാണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പല സമയത്തും മദീനയായിരുന്നു, ചില സമയത്ത് ഷാമാണ്, ചില സമയത്ത് ഇറാഖാണ്, ബഗ്ദാദാണ്, ബസറയാണ്, കൂഫയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മഹാനായ ഖുസൈബ ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുള്ള സൈന്യം സമർഖന്ദിലേക്ക് കടക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ ഹദീസ് പണ്ഡിതന്മാരിൽ മഹാന്മാരായ സുഹൈഹ് സത്തയുടെ ഇമാമിയങ്ങളിൽ പലരും ഉസ്ബെക്കിസ്ഥാനിൽ നിന്നാണ്. മഹാനായ ഇമാം ബുഖാരി തങ്ങളുടെ ബുഖാറ കിടക്കുന്നതിന്റെ പരിസര പ്രദേശമാണ്. സമർഖന്ദിലാണ് ഇമാം ബുഖാരി തങ്ങളുടെ അന്ത്യവിശ്രമസ്ഥാനം നിൽക്കുന്നത് എന്നാണ് എന്റെ ഓർമ്മ. ഏതായിരുന്നാലും ഖുസൈബ ഇബ്നു മുസ്ലിം എന്നവരുടെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം സമർഖന്ദ് എന്ന മഹാനഗരം പ്രദേശം കീഴടക്കാൻ പോവുകയാണ്. എന്താണതിന്റെ വഴിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം വളരെ ബലിഷ്ഠമായ മതിൽക്കെട്ടുകളുള്ള കോട്ടകളുള്ള ഒരു നഗരമാണ് അന്ന് സമർഖന്ദ്. എങ്ങനെ അതിന്റെ അകത്തേക്ക് കയറും, എങ്ങനെ അത് കീഴ്പ്പെടുത്തും? അപ്പോഴാണ് മുസ്ലിമീങ്ങൾ തീരുമാനിച്ചത് അൽ ഹർബ് ഖുദ്അ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. സത്യത്തിൽ യുദ്ധം എന്ന് പറയുന്നത് തന്ത്രമാണ്. യുദ്ധത്തിൽ തന്ത്രങ്ങൾ ഉണ്ടാകും, അത് യുദ്ധത്തിന്റെ ഭാഗമാണ്, വാർ സ്ട്രാറ്റജീസിൽപ്പെട്ടതാണ്. അവർ തീരുമാനിച്ചു, നമ്മൾ കച്ചവടക്കാരായി സമർഖന്ദിലേക്ക് ചെല്ലുന്നു. കച്ചവടക്കാർ സാധനം വിൽക്കുന്നു, വാങ്ങിക്കുന്നു. അങ്ങനെ നമ്മൾ അവരുടെ കോട്ടക്കകത്ത് ചെന്നു കഴിഞ്ഞാൽ കോട്ടയുടെ കവാടങ്ങൾ അടച്ചുപൂട്ടുന്നു. അങ്ങനെ നമ്മൾ യോദ്ധാക്കളായി രംഗപ്രവേശനം ചെയ്യുന്നു. അങ്ങനെയാവട്ടെ സമർഖന്ദിന്റെ വിജയമെന്ന് ഖുസൈബ ഇബ്നു മുസ്ലിം എന്ന മുസ്ലിം നേതാവ് അന്ന് തീരുമാനിച്ചു. ഖുസൈബ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ആ സംഘം പോകുന്നത്. കോട്ടക്കൊത്തലങ്ങളിലേക്ക് മുസ്ലിമീങ്ങൾ കയറി തുടങ്ങി, കച്ചവടക്കാരായി. മുസ്ലിം സൈന്യം ഒന്നൊന്നായി അകത്ത് കയറിയപ്പോ കോട്ടയുടെ കവാടം പൂട്ടുകയായി. അപ്പോഴാണ് അവരറിയുന്നത്, ഞങ്ങൾ അതിശക്തന്മാരായ ഒരു സമൂഹത്തിന് കീഴ്പ്പെടാൻ പോവുകയാണ്. അവരെന്ത് ക്രിസ്ത്യാനികളാണ്. നമ്മളൊരു മണ്ഡലമോ ഒരു പഞ്ചായത്തോ കീഴടക്കുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണം അവിടെ വേണമെന്ന് കൊതിച്ച് നടക്കില്ല എന്ന് വിചാരിച്ചിടത്ത് നടന്നു കാണുമ്പോൾ തോന്നുന്ന ഒരു അഭിനിവേശം പോലെ മുസ്ലിമീങ്ങൾ സന്തുഷ്ടരായി തക്ബീർ ചൊല്ലി സമർഖന്ദ് കീഴടക്കിയിരിക്കുകയാണ്. സമാധാനപരമായി ഒരു യുദ്ധം ചെയ്യേണ്ട ആവശ്യം പോലും വന്നില്ല. ആ സമയത്ത് സമർഖന്ദുകാർ അവിടുത്തെ ഏറ്റവും വലിയ പുരോഹിതന്റെ മുമ്പിൽ ചെന്നു. അവരോട് ചെന്ന് വിഷയം പറഞ്ഞു. ഫാദർ, ഞങ്ങൾക്കിതാണ് സംഭവിച്ചത്. മുസ്ലിമീങ്ങൾ ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് യുദ്ധതന്ത്രവുമായി കടന്നു വരുമ്പോ ഇസ്ലാമിന്റെ പ്രമാണപ്രകാരം അവർ ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്യണം. അതൊന്നും ചെയ്യാതെ നമ്മുടെ കോട്ടക്കകത്തേക്ക് ഇരച്ചു കയറി വന്ന് ആൾമാറാട്ടം നടത്തി അവർ നമ്മെ കീഴടക്കിയിരിക്കുകയാണ്. അവരുടെ ഫാദർ പറഞ്ഞു, പുരോഹിതൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, മുസ്ലിമീങ്ങളുടെ സൈന്യത്തിന്റെ നേതാവിനെ ഞാൻ കോടതിയിൽ കയറ്റിക്കൊള്ളാം. അവർ പറഞ്ഞു, എങ്ങനെ? അവർ ജയിച്ചു വന്നവരാണ്, അവരെ എങ്ങനെ നമുക്ക് കോടതി കയറ്റാൻ പറ്റും? അദ്ദേഹം ആ നേരത്തെ പറഞ്ഞു, ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഫഹുവ റജുലുൻ ആദിൽ. മുസ്ലിമീങ്ങളുടെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉണ്ട്. അദ്ദേഹം റജുലുൻ ആദിലും നീതിമാനായ ഭരണാധികാരിയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഞാൻ വിഷയം പറയും, ിലേക്ക് ഞാൻ വിവരമറിയിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് പരാതി പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്കെതിരെ ഇത് പറയിപ്പിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എനിക്ക് ഉറപ്പുണ്ട്. ആര് പറഞ്ഞു? ക്രിസ്ത്യാനികളുടെ അവിടുത്തെ നേതാവ്
ആ ക്രിസ്തീയ പുരോഹിതൻ തന്റെ ദൂതനെ പറഞ്ഞയച്ചു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക്. ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്നറിയണം. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനായിരുന്ന സാനിൽ ഖുലഫാക്കളിൽ രണ്ടാമത്തവരായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. ആ പരമ്പരയിൽ വന്ന മോനാണ്. ഉമർ ഹാനി എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ ഉമർ എന്നറിയപ്പെടുന്ന നീതിമാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ദൂതൻ ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതൊക്കെയാണ് വിഷയം. ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളുടെ മുസ്ലിമീങ്ങളുടെ സൈന്യം ഇരച്ചു കയറി ഞങ്ങളെ ബന്ദികളാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണം അവർ പിടിച്ചെടുത്തിട്ടുണ്ട്, പരിഹാരം വേണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറയുന്നത് അമുസ്ലിമീങ്ങൾ. ആർക്കെതിരെ? മുസ്ലിമീങ്ങൾക്കെതിരെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ അനശ്വരമായ വാക്കുകളാണത്. റളിയല്ലാഹു അൻഹു, നിങ്ങൾ ശാന്തമായിരിക്കും, സമാധാനപരമായി നിന്നോളൂ, പേടിക്കണ്ട. ഇസ്ലാമിന് നീതിയല്ലാതെ മറ്റൊന്നും അറിയില്ല, ഇസ്ലാമിന് നീതിയല്ലാതെ അറിയില്ല, അതുകൊണ്ട് പേടിക്കണ്ട. എന്നിട്ട് പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ സമർക്കന്ദിലെ ഭരണാധികാരിക്ക് ഞാൻ കത്തെഴുതുന്നുണ്ട്. അദ്ദേഹത്തോട് മുസ്ലിമീങ്ങളിലെ തന്നെ ഒരു ഖാദിയെ, ഒരു ജഡ്ജിനെ നിയമിക്കാൻ ഞാൻ നിയോഗിക്കുന്നു. ആ ജഡ്ജി ഈ വിഷയത്തിൽ വിധി പറയണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ കത്തെഴുതി സമർക്കന്ദിന്റെ വാലിയോട്, സമർക്കന്ദിന്റെ ഭരണാധികാരിയോട്, നിങ്ങളിൽ നിന്ന് ഒരാളെ ഖാദിയായി നിങ്ങൾ നിയമിക്കണം, അദ്ദേഹം ഈ വിഷയത്തിൽ വിധി പറയട്ടെ. ഖാദി കേൾക്കാനിരിക്കുകയാണ്. വാദിയും പ്രതിയുമാരാണ്. വാദിക്കുന്നത് ക്രിസ്ത്യാനികളുടെ നേതാവാണ്, പുരോഹിതനാണ്. പ്രതി ആരാണ്? മുസ്ലിമീങ്ങളുടെ നേതാവ് ഖുസൈബത്ത് ബിൻ മുസ്ലിം എന്നറിയപ്പെടുന്ന റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ. അപ്പോ ഖാദി ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വാദിയോട്? പുരോഹിതൻ പറഞ്ഞു, നിങ്ങൾക്കറിയാം ഇസ്ലാം 3 വിഷയം മുന്നോട്ട് വെച്ചതിന്റെ ശേഷമാണ് ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കാറുള്ളൂ. ഒന്ന്, ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്യും, ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. അങ്ങനെ നിങ്ങളുടെ ആളുകൾ ഇവിടെ ചെയ്തിട്ടില്ല. രണ്ടാമത്തേത്, നിങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിയുമ്പോ ഞങ്ങളോട് ജിസിയ ചോദിക്കും, ഞങ്ങളുടെ കീഴിൽ ടാക്സ് വന്ന് ജീവിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന്. അതും നിങ്ങളുടെ ആളുകൾ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ഇത് രണ്ടും നടന്നില്ലെങ്കിലാണ് യുദ്ധം. അവർ നേരെ നിങ്ങളുടെ നാട്ടിലേക്ക് ഇരച്ചു കയറുകയാണുണ്ടായത്. മഹാനായ ഖാദി ചോദിച്ചു മുസ്ലിമീങ്ങളുടെ നേതാവ് ഖുസൈബത്ത് ബിൻ മുസ്ലിം തങ്ങളോട്, ഇതാണോ സംഭവിച്ചത്? എന്ന് പറഞ്ഞു, അസ്ലഹല്ലാഹുൽ ഖാദി ഇന്നൽ ഹർബ ഖുദ്അ, യുദ്ധം തന്ത്രമാണല്ലോ. വഹാദൽ ബലദ്, ഈ നാട് അൻഖദഹുല്ലാഹ് അലാ ഐദി ജുനൂദിന, നമ്മുടെ സൈന്യത്തിന്റെ കരങ്ങളാൽ ഈ രാജ്യത്തെ അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് അല്ലാഹു കൊണ്ടുവന്നിരിക്കുകയാണ്. വഹദാഹു ഇലാ തരീഖിൽ ഹഖ് വൻ നൂർ, പ്രകാശത്തിന്റെയും സത്യത്തിന്റെയും വഴിയിലേക്ക് ഈ നാടിനെ അല്ലാഹു വഴി നടത്തിയിരിക്കുകയാണ്. ഇനിവിടെ ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് വരുത്തുകയാണോ ജഡ്ജ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് മുസ്ലിമീങ്ങളുടെ നേതാവ് ഖാദി പറഞ്ഞു. വഹൽ ഖയ്യറതും മഹ്ലഹ ബഅദ വാഹിദത്തിൻ മിൻ സലാസ്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന 3 പ്രമാണങ്ങൾ, ഇത് നിങ്ങൾ ഈ രാജ്യക്കാരോട് പറഞ്ഞിട്ടുണ്ടോ? ഇവരോട് നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇസ്ലാം, ജിസിയ അല്ലെങ്കിൽ യുദ്ധം, ഇത് നടന്നിട്ടുണ്ടോ? ലാ അയ്യുഹൽ ഖാദി, ഇത് നടന്നിട്ടില്ല. ആ സമയത്താണ് മുസ്ലിം ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന, അല്ല ലോക ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതിയുടെ ഒരു ഗതി ഖാദി പുറപ്പെടുവിക്കുന്നു. ലോക ചരിത്രത്തിൽ സമർഖന്ദിലല്ലാതെ ഇത് കാണാൻ കഴിയില്ല. മുസ്ലിമീങ്ങളുടെ കൂടെയല്ലാതെ ഈ വിധി ന്യായം കാണാൻ കഴിയില്ല. ഖാദി വിധി പറയുന്നത്, മുസ്ലിം സൈന്യത്തോട് ഞാൻ ഉത്തരവിടുകയാണ്, മുസ്ലിമീങ്ങളൊന്നാകെ സമർഖന്ത് വിട്ടുപോകണം. സമർഖന്തിന്റെ അധികാരം ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് തന്നെ തിരിച്ചേൽപ്പിക്കണം. എല്ലാവരും തിരിച്ചു പോകണം. എങ്ങനെയുണ്ട്? ഒരു പഞ്ചായത്ത് ജയിച്ചടക്കിയതിന്റെ ശേഷം
നിങ്ങളത് കൈയൊഴിയണം എന്ന് പറയുന്ന പോലെ, ഒരു മണ്ഡലം കിട്ടിയതിന്റെ ശേഷം നിങ്ങളത് ഒഴിവായി കൊടുക്കണം എന്ന് പറയുന്നത് പോലെ അതിന്റെ അപ്പുറത്ത സമർക്കന്തിന്റെ വിഷയം. എന്നിട്ട് അവരോട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കണം, ദഅവത്ത് ചെയ്യണം. അതല്ലെങ്കിൽ ജിസിയ തരുമോ എന്ന് ചോദിക്കണം. ഇതൊന്നുമില്ലെങ്കിലാണ് യുദ്ധമെടുക്കാൻ പാടുള്ളൂ. അത് അല്ലാതെ നിയമപരമായ ഇസ്ലാമിന്റെ ഈ നിയമങ്ങൾ പാലിക്കാതെ കടന്നു വന്നതിന്റെ പേരിൽ സമർക്കന്റെ കയ്യിൽ കിട്ടിയതിന്റെ ശേഷം അതിന്റെ ആളുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന നിയമം ഖാദിയുടെ വിധി വന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖാദിയാണ് ഈ വിധി പറയുന്നത്. മുസ്ലിമീങ്ങൾ ഒന്നാകെ സമർക്കന്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അപമാനത്തോടുകൂടെ പുറത്തിറങ്ങി സമർക്കന്തിന്റെ ഭരണാധികാരം ക്രിസ്ത്യാനികളെ തന്നെ തിരിച്ചേൽപ്പിച്ച് പുറത്തു വരുമ്പോ സമർക്കന്തുകാർ അന്താളിച്ചു നിന്നുപോയി. അവര് പറഞ്ഞു, ഇങ്ങനെയാണോ ഇസ്ലാം? ഇതാണോ ഇസ്ലാമിന്റെ നീതിബോധം? ഇങ്ങനെയാണെങ്കിൽ ഖുതൈബത്ത് ഇബ്നു മുസ്ലിം, നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സൈന്യവും നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആകാശ ലോകത്ത് നിന്ന് വരുന്ന വഹീന് നിങ്ങൾ ഇങ്ങനെ കീഴ്പ്പെടുന്നവരാണെങ്കിൽ, നിങ്ങളുടെ മുത്തുനബിയുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഖലീഫയെയും നിങ്ങൾ ഇങ്ങനെ അനുസരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ നീതിയുണ്ടാവുക ദൈവദത്തമായ ദിവ്യമായ വെളിപാടുകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിം ആവട്ടെ. സമർക്കന്തുകാർ മുഴുവനും അവിടുത്തെ മെയിൻ സാക്ഷിയാക്കി ആദ്യം ചൊല്ലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പതിനായിരങ്ങളല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ് സമർക്കന്തിൽ ഒരു ദിവസം കലിമ ചൊല്ലിയത്. എന്നിട്ട് അവർ പറഞ്ഞു, ഇനി ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ. യുദ്ധം ചെയ്യാൻ വരുന്ന യോദ്ധാക്കളായിട്ടല്ല, ഞങ്ങളുടെ സഹോദരന്മാരായിട്ട് നിങ്ങൾ തന്നെ ഭരണം നടത്തിക്കോളൂ. ഞങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളാണ്. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു രീതിയുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരികയാണ്. സമർക്കന്തിന്റെ ചരിത്രത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അധികാരം ലഭിച്ചതിന്റെ ശേഷവും തങ്ങൾക്ക് ലഭിച്ച അധികാരം നീതിയുക്തമാണോ അല്ലയോ, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ന്യായമാണോ അന്യായമാണോ, അതിന് ന്യായത്തിനൊപ്പം വിധി പറഞ്ഞു മുസ്ലിമിന്റെ ഖാദി. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വഅദല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് വാക്ക് തന്നിരിക്കുന്നു, അല്ലാഹു നിങ്ങൾക്ക് കരാറേൽപ്പിച്ചിരിക്കുന്നു, അല്ലാഹു നിങ്ങൾക്ക് ഇതാ പ്രോമിസ് ചെയ്യുന്നു. വഅദല്ലാഹ് ആരോട്? അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ സത്യവിശ്വാസം കൈകൊണ്ടവർക്കും, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മം ചെയ്തവർക്കും അല്ലാഹു എന്ത് ചെയ്യുമെന്നാണ്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ അല്ലാഹു അവരുടെ കൈകളിൽ അധികാരം കൊടുക്കും. അവരുടെ മുൻഗാമികൾക്ക് അല്ലാഹു ഏൽപ്പിച്ച പോലെ നിങ്ങൾക്കിടെ കയ്യിലേക്ക് അല്ലാഹു ഖിലാഫത്ത് ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാഹു അവർക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത പരിശുദ്ധമായ ഇസ്ലാം, അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ചുറ്റുപാടുകൾ അല്ലാഹു നിങ്ങൾക്ക് തരും. ഇസ്ലാമിന് പ്രയാസകരമല്ലാത്തത്, ഒരു മുസ്ലിമിന് പ്രയാസമില്ലാതെ മുസ്ലിമിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാടുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചവർക്കും സൽക്കർമ്മം ചെയ്യുന്നവർക്കും അധികാരവും ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യവും ഞാൻ ചെയ്തു കൊടുക്കും. അല്ലാഹുവിന്റെ കരാറാണ്. അത് മാത്രമോ, وَلَيُبَدِّلَنَّهُمْ مِنْ بَعْدِ خَوْفِهِمْ أَمْنًا. പേടിയുണ്ടായതിന്റെ ശേഷം, ഭയപ്പാടോടുകൂടെ ജീവിച്ചതിന്റെ ശേഷം ഇനി അങ്ങോട്ട് പേടിയില്ലാതെ നിർഭയമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യവും നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് എന്റെ വാക്ക് അല്ലാഹു സൂറത്തുൻ നൂറിലാണ് പറയുന്നത്. 55-ാമത്തെ ആയത്ത്. എന്താണ് അല്ലാഹുവിന്റെ കണ്ടീഷൻ എന്നറിയുമോ? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. ഇസ്ലാമിന് വളക്കൂറുള്ള രീതിയിൽ, ഇസ്ലാമിന് പ്രയാസമില്ലാത്ത രീതിയിൽ
മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം, അധികാരവും മുസ്ലിമിന് വേണമെങ്കിൽ രണ്ട് വിഷയങ്ങളാണ് പാലിക്കേണ്ടത്. അല്ലദീന ആമനൂ, നിങ്ങളുടെ മനസ്സിനുള്ളിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസമുണ്ടോ? അള്ളാഹുവിലാണോ വിശ്വാസം? വഅമിലു സ്വാലിഹാത്തി, സൽകർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇത് രണ്ടുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ ഏൽപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ കരാറാണ്. ഈമാനും സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിൽ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, അവിശ്വാസത്തിലേക്ക് പോവാതെ, ബഹുദൈവ ആരാധനയിലേക്ക് പോവാതെ, സ്രഷ്ടാവായ അള്ളാഹുവിനെ, ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് അള്ളാഹു അവർക്ക് ഇവിടെ സാഹചര്യങ്ങൾ കൊടുക്കും, ഇവിടെ പ്രയാസങ്ങൾ വരില്ല. ومن كفر بعد ذلك فأولئك هم الفاسقون. അധികാരം കയ്യിൽ കിട്ടിയതിന്റെ ശേഷം അവിശ്വാസത്തിലേക്ക് ആരെങ്കിലും പോവുകയാണെങ്കിൽ, ഈമാൻ കിട്ടിയതിന്റെ ശേഷം അവിശ്വാസത്തിലേക്ക്, കുഫറിലേക്ക് പോവുകയാണെങ്കിൽ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ ഏറ്റവും വലിയ തമ്മാടിത്തമാണ് ചെയ്യുന്നത്. ഞാൻ കരാറ് ചെയ്യുന്നത് ഈമാനുള്ളവർക്കും സത്യവിശ്വാസമുള്ളവർക്കുമാണ്. എന്തൊക്കെയാണ്? അധികാരം ഞാൻ നൽകാം, നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം തരാം, നിങ്ങൾക്ക് പേടിയില്ലാതെ കിടന്നുറങ്ങാനുള്ള സാഹചര്യം ഞാൻ തരാം. അള്ളാഹുവിന്റെ കരാർ. മുസ്ലിമാവണമെന്ന് മാത്രം. പ്രസിദ്ധമായ ഷാമിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നു. ഷാമിലേക്ക്, ഖുദ്സിലേക്ക് കടന്നു ചെല്ലുമ്പോ ഖുദ്സുകാർ അവിടുത്തെ പാത്രിയാക്കി ഉമർ എന്നവരെ വിളിച്ചതാണ്. അമീറുൽ മുഅ്മിനീൻ, ഖുദ്സിന്റെ ഭരണാധികാരം നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരാം. അങ്ങോട്ട് ചെല്ലുമ്പോ ഖുദ്സിന്റെ മുറ്റത്ത് ചെറിയൊരു പുഴയുണ്ടായിരുന്നൊരു നദിയുണ്ട്. ആ നദിയിലൂടെ കാൽ കടന്നു വേണം, ചവിട്ടി വേണം അക്കരെ എത്താൻ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെളിയിലൂടെ നടന്ന് ആ കാലൊന്നു പോലും കഴുകി വൃത്തിയാക്കാൻ നേരമില്ലാതെ തന്നെ കാത്തിരിക്കുന്ന ആ ബാലവൃദ്ധം ജനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ ഖലീഫത്തുൽ മുസ്ലിമീനോട് കൂടെയുള്ളവർ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, വസ്ത്രമൊന്ന് മാറിക്കൂടെ, വസ്ത്രമൊന്ന് മാറ്റിക്കൂടെ, ഒന്ന് വൃത്തിയായി നല്ല സുമുഖനായിട്ട് ചെന്നുകൂടെ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ ദീൻ അതനുസരിച്ച് ജീവിച്ചതിന്റെ പേരിലാണ് ഈ സമൂഹം നമ്മെ വിളിച്ചു വരുത്തിയത്. നമ്മൾ ഖുദ്സിന്റെ അധികാരം ചോദിച്ചു ചെന്നതല്ല, അവരായിട്ട് ഇസ്ലാമിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞതാണ്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അളല്ലഹു അല്ലാഹ് ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അളല്ലഹു അല്ലാഹ്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മൾ മുസ്ലിമീങ്ങൾ, നമുക്ക് അല്ലാഹു തആല ഇസ്സത്ത് തന്നത് മുസ്ലിമീങ്ങളായി ജീവിക്കുമ്പോഴാണ്. മുസ്ലിമായപ്പോഴാണ് അല്ലാഹു നമുക്ക് ഇസ്സത്ത് തന്നത്. ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹു അല്ലാഹ്. ഇസ്ലാം അല്ലാത്തതിലെങ്ങാനും അഭിമാനം കൊള്ളണമെന്ന് നിങ്ങൾക്ക് ചിന്ത വന്നാൽ, ഇസ്ലാമിന്റെ സംസ്കാരം മാറ്റിവെക്കുന്നിടത്താണ് അഭിമാനമെന്ന് തോന്നിയാൽ, ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയിട്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിത്തുടങ്ങിയാൽ, അള്ളാഹുവിന്റെ നിയമം മാറ്റിവെച്ചാലാണ് നമുക്ക് അഭിമാനം കിട്ടൂ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അതല്ലഹുല്ലാഹ്, ആ സമൂഹത്തെ അള്ളാഹു നാണം കൊടുക്കുമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ഉമ്മത്തിന് എക്കാലത്തേക്കുമുള്ളൊരു താക്കീതാണത്. നമ്മൾ, അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നത് നമ്മൾ 1 നമ്പർ മുസ്ലിമീങ്ങളാകുമ്പോഴാണ്. അള്ളാഹു നമുക്ക് വാക്ക് തന്ന അധികാരവും സംരക്ഷണവും ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യവും ഈമാനും സൽക്കർമ്മവും കൂടെ നിൽക്കുമ്പോഴാണ്. അങ്ങനെ അള്ളാഹു ഉമ്മത്തിന് യശസ്സുള്ള, അഭിമാനമുള്ള നിലനിൽപ്പ് എല്ലാ കാലങ്ങളിലും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വതക്ക ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വരുന്നുണ്ട്. ആ ടെസ്റ്റ് നിങ്ങളൊക്കെ ചെയ്യണം. എന്ത് ചെയ്യാൻ കഴിവിന്റെ പരമാവധി നിങ്ങൾ ആ വിഷയത്തെ സഹായിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഒരു ജൂതനുമായി ചെറിയൊരു ഡിസ്പ്യൂട്ട് നടക്കുന്നു. ആരാണ്? അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനാണ്, മുസ്ലിമീങ്ങളുടെ 4ാമത്തെ ഭരണാധികാരിയാണ്, ഖലീഫയാണ്. മുസ്ലിം
മുസ്ലിമീങ്ങളുടെ ഖലീഫയാണ് അലി റളിയല്ലാഹു അൻഹു. പക്ഷേ മുസ്ലിമീങ്ങളുടെ ഖലീഫക്കും ഒരു ജൂതനായ ഒരു സിവിലിയൻ സാധാരണക്കാരൻ അവരും തമ്മിൽ ഒരു ചെറിയ ഡിസ്പ്യൂട്ട് ഉണ്ടായപ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ വിഷയത്തിൽ സംഭവിച്ചത് തന്റെ ഒരു പടയങ്കി നഷ്ടപ്പെട്ടതാണ്. സുഫീനിലേക്ക് പോകുമ്പോ, സുഫീൻ യുദ്ധത്തിന് പോകുമ്പോ തന്റെ ഒരു പടയങ്കി നഷ്ടപ്പെട്ടു അലി റളിയല്ലാഹു അൻഹുവിനെ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ആ പടയങ്കി കണ്ടത് ഒരു ജൂതന്റെ കയ്യിലാണ്. ജൂതൻ മദീനയിലാണുള്ളത്. ജൂതനോട് പറഞ്ഞു, നിങ്ങൾ ധരിക്കുന്ന ആ പടയങ്കി, ആ ഒരു ആമർ, അത് എന്റേതാണ്. ലം അബ്യ വലം അഹബ്, ഞാൻ ഒരാൾക്കും അത് വിറ്റിട്ടില്ല, ഞാൻ ഒരാൾക്കും അത് വെറുതെ കൊടുത്തിട്ടില്ല, അത് എന്റേതാണ്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു? ജൂതൻ അത് തട്ടിയെടുത്തതായിരുന്നു. ജൂതൻ പറഞ്ഞു, ഇത് എന്റെ പടയങ്കിയാണ്, ഇത് എന്റെ കയ്യിലാണ്, അതെന്നെ തെളിവ്. എന്റെ കയ്യിൽ ഇത് നിൽക്കുന്നു എന്നത് തന്നെയാ ഇത് എന്റേതാണെന്നതിന്റെ തെളിവ്. ആര് പറഞ്ഞു? ജൂതൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ഖാദിയുടെ അടുത്തേക്ക് പോകാം. ആരാണ് ഖാദി? മഹാനായ ശുറൈഹ് റളിയല്ലാഹു അൻഹു ആണ്. ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവും ജൂതനും ശുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ശുറൈഹ് എന്നവർ പറഞ്ഞു, ലൗലാ അന്ന ഖസ്മി യഹൂദി ലസ്തവൈതു മഅഹു ഫിൽ മജ്ലിസ് ولكني سمعت رسول الله صلى الله عليه وسلم يقول أصغرهم من حيث أصغرهم الله. അലി റളിയല്ലാഹു അൻഹു ശുറൈഹ് എന്നവരുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. തന്റെ പ്രതിയായ, തന്റെ എതിർകക്ഷിയായി ജൂതനപ്പുറത്തിരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ശുറൈഹ് ഖാദിയുടെ അരികത്തേക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു, ശുറൈഹ്, എന്റെ അപ്പുറത്തുള്ളത് ജൂതനാണല്ലോ. അല്ലായിരുന്നുവെങ്കിൽ ജൂതന്മാർ മുസ്ലിമീങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചവരാണല്ലോ, മുസ്ലിമീങ്ങൾക്കെതിരെ ഒരുപാട് വഞ്ചന നടത്തിയവരാണല്ലോ. അതുകൊണ്ട് എനിക്ക് അയാളുടെ കൂടെ ഇരിക്കാൻ വിഷമമുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ അയാളുടെ കൂടെ പോയി ഇരുന്നേനെ. മുസ്ലിമീങ്ങളുടെ ഭരണാധികാരി, മുസ്ലിമീങ്ങളുടെ അമീർ, നാലാമത്തെ ഖലീഫയായിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയാഫലയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശുറൈഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽ യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, പറഞ്ഞോളൂ, എന്താണ് വിഷയം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തുടങ്ങി, ഈ യുദ്ധത്തിന് ധരിക്കുന്ന കുപ്പായം, ഇരുമ്പിന്റെ കുപ്പായം, ഈ ഒരു പടയങ്കി, ഇത് എന്റേതാണ്. ഇത് ഞാൻ ആർക്കും വിറ്റിട്ടില്ല, ഞാൻ ആർക്കും വെറുതെ കൊടുത്തിട്ടുമില്ല. ഈ ജൂതൻ ഇത് കൈവശം വെച്ചിരിക്കുന്നു, എനിക്കത് തിരിച്ചു കിട്ടണം. ആരായി പരാതി പറയുന്നത്? അമീറുൽ മുഅ്മിനീൻ. തന്റെ പോലീസുകാരോട് പറഞ്ഞ് പിടിച്ചു വെച്ച് കൊണ്ടുവന്നുകൂടെ? പറ്റില്ല. അധികാരം കയ്യിലുണ്ടാകുമ്പോ അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിക്ക് അല്ലാഹു നാളെ അർശിന്റെ തണല് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണം, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അലി റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ തന്റെ വാദം പറഞ്ഞു, ഞാനാണ് വാദി, ഞാൻ വാദിക്കട്ടെ, ഇത് എന്റേതാണ്. ഇയാളിൽ നിന്ന് തട്ടിപ്പറിച്ചിരിക്കുകയാണ്. ജൂതൻ പറഞ്ഞു, ഇത് എന്റേതാണ്, തെളിവ് എന്റെ കയ്യിലാണ് ഇതുള്ളത്, ഇതിനപ്പുറം തെളിവ് വേണം. ശുറൈഹ് ഖാദി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലക ബയ്യിന യാ അമീറൽ മുഅ്മിനീൻ, മുസ്ലിമീങ്ങളുടെ ഖലീഫയെ, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? നിങ്ങളുടേതാണെന്ന് പറയാൻ വല്ല തെളിവുമുണ്ടോ? ഉണ്ട്. അൻബറു വൽ ഹസനു യഷ്ഹദാൻ അന്ന ദർഅ ദർഇ, എന്റെ സന്തത സഹചാരിയും എന്റെ കൂടപ്പിറപ്പുമായ കൻബറുണ്ട്, പിന്നെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ഹസൻ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയല്ലേ. രണ്ടുപേരും എനിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും, അവർക്കറിയാം ഇത് എന്റേതാണെന്ന്. ശുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണെന്ന് നോക്കണം. കോടതികൾ അനീതി ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ കോടതി നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോഴ കൊടുത്തിട്ടും അല്ലാതെയും കോടതികളെ സ്വാധീനിക്കാൻ കഴിയുന്ന കാലത്ത്
നന്മ തേടി ആക്രമിക്കപ്പെട്ടവനെ സമീപിക്കാനുള്ള നീതിയുടെ സങ്കേതത്തിൽ പോലും അനീതി നടക്കുമ്പോൾ എവിടെയാണ് മനുഷ്യൻ ഓടിച്ചെല്ലേണ്ടത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പടയങ്കി എന്റേതാണെന്നതിന്റെ തെളിവ് അൻവറും എന്റെ മോൻ ഹസനുമാണ് തെളിവ്. ഖാദിയുടെ മറുപടി വന്നു, ഷഹാദത്തുൽ ഇബ്നി ലാ തജൂസു ലിൽ അബ്. ബാപ്പാക്ക് വേണ്ടി സാക്ഷി പറയാൻ മക്കൾ പറ്റില്ല, മറ്റൊരാൾ വേണം. ഹസൻ എന്നവർ നിങ്ങളുടെ മോനല്ലേ, ആ മോൻ ബാപ്പാക്ക് അനുകൂലമായി സാക്ഷി പറയാൻ പറ്റില്ല, വേറെ ആരെങ്കിലും കൊണ്ടുവരാനുണ്ടോ? അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ലാ തജൂസു ഷഹാദത്തു, എന്റെ ഹസന്റെ ഷഹാദത്ത് വേണ്ട എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുത്തനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അൽ ഹസനു വൽ ഹുസൈനു സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും എന്ന് മുത്തനബി പറയുന്നത് എന്റെ ഈ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ ഹസനും എന്റെ ഹുസൈനും സ്വർഗത്തിലേക്ക് വരുന്ന യുവാക്കളുടെ അവിടുത്തെ നേതാക്കന്മാരല്ലേ. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ സാക്ഷി പറഞ്ഞാൽ മുസ്ലിമായ ഖാദിയെ ഖുറൈശ്, മുസ്ലിമായ എനിക്ക് നിങ്ങൾ മുസ്ലിമാണ്, ഹസൻ മുസ്ലിമാണ്, ഇത് ഇസ്ലാമിന്റെ ഭരണകൂടമാണ്, എന്നിട്ട് എന്റെ ഹസന്റെ സാക്ഷി പറയൽ നിങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നോ? ഖുറൈശ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി എന്നവരെ നിങ്ങളുടെ പൊന്നുമോൻ സ്വർഗവാസിയാണെന്ന് എനിക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നെ. പക്ഷേ ബാപ്പാക്ക് വേണ്ടി മക്കൾ സാക്ഷി പറയാൻ പാടില്ലല്ലോ. ബാപ്പാക്ക് അനുകൂലമായി സാക്ഷി പറയാൻ മക്കളെ നിർത്തിയിട്ട് കാര്യമില്ല, മറ്റൊരാൾ വേണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുറൈശ് എന്നവരെ എങ്കിൽ എനിക്ക് ഒരു സാക്ഷിയേ ഉള്ളൂ, തൗറാത്ത് നൽകി അള്ളാഹു തന്നെയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് ഞാൻ സാക്ഷി പറയുന്നു എന്ന് കോടതി മുറ്റത്ത് വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി അലി റളിയല്ലാഹു അൻഹുവിനെ പടയും കേൾപ്പിച്ചു പോയ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലെ കാണാൻ കഴിയൂ. അധികാരമുണ്ടാകുമ്പോഴും അധികാരമേൽപ്പിക്കപ്പെടുമ്പോഴും നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്യുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറ്റൊരു ജൂതനും തമ്മിൽ വിഷയം നടക്കുന്നത്, ഒരു സംഭവം നടന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തുണ്ട്. അന്ന് അമീറുൽ മുഅ്മിനീൻ ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു വന്നിരിക്കുകയാണ്. വിഷയം മറ്റൊരു ജൂതനുമായുള്ളൊരു വിഷയമാണ്. ഇജ്ലിസ് യാ അബൽ ഹസൻ ഇലാ ജിവാരി ഖസ്മിക, അലിയെ എന്ന് വിളിക്കേണ്ടിടത്ത് സ്നേഹത്തോടെ വിളിച്ചു, ഇജ്ലിസ് യാ അബൽ ഹസൻ, ഹസൻ എന്നവരുടെ വാപ്പയെ. ഹസൻ എന്നവർ മോനാണ്, ഹസൻ എന്നവരുടെ വാപ്പ അബുൽ ഹസൻ. യാ അബൽ ഹസൻ ഇജ്ലിസ്, ഇജ്ലിസ് യാ അബൽ ഹസൻ ഇലാ ജിവാരി ഖസ്മിക. അതങ്ങനെയാണ്, ആരാണോ വാദിയും പ്രതിയും അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കേണ്ടത്. വാദിയും പ്രതിയും ഒരുമിച്ചിരിക്കാൻ കാരണം പരസ്പരമുള്ള തർക്കമോ വിദ്വേഷമോ വൈരാഗ്യത്തിലേക്ക് പോകരുത് എന്നാണ്. അവർ തമ്മിലുള്ള ശാസ്ത്രവത്തിലേക്ക് അഭിപ്രായ വ്യത്യാസങ്ങളാണ്, പക്ഷെ അതൊരു ശത്രുത വേണ്ട, ഒരുമിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഒരു കമാൻഡ് ചെയ്തപ്പോ അലി റളിയല്ലാഹു അൻഹുവിന് തിരസ്കരിക്കാൻ പറ്റിയില്ല. രണ്ടുപേരും ഒരുമിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് എന്തോ ഒരു വിമിഷ്ടമുണ്ട്, എന്തോ ഒരു വിഷമമുണ്ട്. വിധിന്യായം പറഞ്ഞു കഴിഞ്ഞപ്പോ അമീറുൽ മുഅ്മിനീൻ അന്നത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലിയെ നിങ്ങളുടെ മുഖത്ത് എന്താണ് വല്ലാത്തൊരു വിഷമം തോന്നിയത്? നിങ്ങളോട് ഞാൻ ആ ജൂതന്റെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിഷമം തോന്നിയോ? ആര് ചോദിച്ചു? ഭരണാധികാരി ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ആ വിധി പറയുന്നത്, അലിയെ ജൂതന്റെ കൂടെ ഇരിക്കൽ, ഇജ്ലിസ് യാ അബൽ ഹസൻ, ഇജ്ലിസ് യാ അലി എന്ന് പറയാതെ എന്ത് പറഞ്ഞു? ഇജ്ലിസ് യാ അബൽ ഹസൻ. സ്ഥാനപ്പേര് വിളിക്കുന്നത് ഒരു ബഹുമാന സൂചകമാണ്. സ്നേഹം തോന്നുമ്പോൾ അങ്ങനെ വിളിക്കുക. അറബികളൊക്കെ അറിയില്ലേ, ഒരു മൂത്ത മോനുണ്ടെങ്കിൽ അവരുടെ പേരില്ല, നിങ്ങൾക്കൊരു ഉമർ എന്ന മോനുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അബൂ ഉമർ അങ്ങനെ വിളിക്കുള്ളൂ. ഉമറിന്റെ വാപ്പ സ്നേഹത്തോടെ വിളിക്കലാണ്. യാ അബൽ ഹസൻ ഇജ്ലിസ് ഇലാ ജിവാരി ഖസ്മിക എന്ന് പറഞ്ഞ് വിധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു മുഖത്ത് വല്ലാത്തൊരു വിഷമം. ഉമർ തങ്ങൾ ചോദിച്ചു, അലിയെ ഈ ജൂതന്റെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ വിഷമം തോന്നിയത്?
ലാ യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, അതല്ല എനിക്ക് വിഷമമുണ്ടാക്കിയത്. വഇന്നമാ അസഅത, നിങ്ങൾ ചെയ്ത ഒരു തെറ്റെന്താണെന്നറിയുമോ? എന്റെ പേര് വിളിച്ചത് അബുൽ ഹസൻ എന്നല്ലേ, ഹസന്റെ വാപ്പ എന്നല്ലേ. വഫീ ഹാദാ ഇക്ബാറുൻ ലി അമാമ ഖസ്മി, അങ്ങനെ വിളിച്ചാൽ എന്റെ മറുകക്ഷിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ ബഹുമാനിച്ചാൽ എന്റെ അപ്പുറത്ത് നിൽക്കുന്ന ജൂതന്റെ മനസ്സിൽ തോന്നൽ വരുമല്ലോ, മുസ്ലിമീങ്ങൾ നീതി ചെയ്യാതിരിക്കുമോ? ഇങ്ങനെ അമീറുൽ മുഅ്മിനീൻ തന്റെ ജാതിയിൽപ്പെട്ട ആളെ, തന്റെ മതവിശ്വാസത്തിൽപ്പെട്ട ആളെ ബഹുമാന സൂചകമായി വിളിക്കുകയും മറ്റേ ആളെ പേര് തന്നെ വിളിക്കുകയും ചെയ്യുമ്പോൾ ആ ജൂതന് തോന്നിപ്പോകുമോ ഇസ്ലാമിൽ നീതി കിട്ടുകയില്ലേ എന്ന് തോന്നിപ്പോകുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അത്രക്ക് സൂക്ഷ്മത. പേര് വിളിക്കുമ്പോ നിങ്ങൾ എന്നെ ഇങ്ങനെ ബഹുമാനിച്ചാലേ ഇയാൾക്ക് തോന്നില്ലേ മുസ്ലിമീങ്ങൾ അവര് തമ്മിലാവും, അയാൾക്ക് അനുകൂലമാകും വിധി പറയാ എന്നൊരു തോന്നൽ. എനിക്ക് വിധി കിട്ടിയില്ലേ, ഇയാളും ജഡ്ജും പരിചയക്കാരാണല്ലേ എന്നൊക്കെയുള്ളൊരു തോന്നൽ ഈ അവിശ്വാസിക്ക് വരുമോ എന്ന ഒരു വിഷമം എന്റെ മനസ്സിലുണ്ടായിരുന്നു ഉമറേ. ഇനി വല്ല വിഷമവും വരുമ്പോ, നിങ്ങളുടെ മുമ്പിലേക്ക് പ്രശ്നവുമായി വരുമ്പോ നിങ്ങൾ എന്റെ ഓമന പേര് വിളിക്കരുത്, എന്നെ അലി എന്ന് വിളിച്ചാൽ മതി. ആര് പറയാ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ മനോഹരമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ, ഇസ്ലാമിന്റെ ഈ നീതിബോധം, ഇസ്ലാമിന്റെ ഭരണാധികാരികളുടെ ഭരണകർത്താക്കളുടെ മനസ്സിനുള്ളിലെ ഈ വിശാലത, ലോക മുസ്ലിം മാത്രമല്ല ഭരണാധികാരികൾ മുഴുവനും അധികാരന്മാരുടെയൊക്കെ കൈകളിലുണ്ടോ അവരറിയണം, നീതിയിൽ നിക്ഷിപ്തമായിരിക്കണം ഭരണാധികാരം. അള്ളാഹുവിന് വേണ്ടി, അവന്റെ പ്രജകൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പ്രജകൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ആശ്രിതർക്ക് വേണ്ടി നീതി ചെയ്യുന്നവരാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അധികാരം ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞ ചില വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. സത്യപ്രതിജ്ഞ ചെയ്യും അല്ലേ, ഗവർണറുടെ മുമ്പിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അത് ചെയ്യുന്ന നേരത്തെ ഓർമ്മ ഉണ്ടാവും, ഇറങ്ങിപ്പോന്ന മറക്കും ചെയ്യും, പിന്നെ തോന്നിയതുപോലെ ചെയ്യാം. അവിടെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക കാണേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട്. എന്താണതെന്നറിയോ? അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി ഖദ് വല്ലിതു അലൈക്കും വലസ്തു ബിഖൈരിക്കും, നിങ്ങളിൽ എന്നെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളിൽ ഖൈറായവനല്ല, എന്നാലും നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ, നിങ്ങൾ എന്നെ ജയിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ മുന്തിയ ആളായിട്ടല്ല, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വലസ്തു ബിഖൈരിക്കും, ഞാൻ നന്മ ചെയ്താൽ നിങ്ങൾ എന്നെ അനുസരിച്ചേക്കണം. ഞാൻ തിന്മ ചെയ്താൽ നിങ്ങൾ എന്നെ നേരെയാക്കണം. ആരാ പറയണത്? ഭരണാധികാരി പറയാ, ഞാൻ നല്ല നിലക്കാണെങ്കിൽ നിങ്ങൾ എന്നെ അംഗീകരിച്ചേക്കണം, ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ എനിക്കത് തിരിച്ചു തരണം. അൽ ഖവിയ്യു ഫീകും ദഈഫുൻ ഹത്താ ആഖുദൽ ഹഖ് മിൻഹു, നിങ്ങളിൽ ഏത് ശക്തനാണെങ്കിലും അവനിൽ നിന്ന് ഇസ്ലാമിന്റെ അവകാശം ഞാൻ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. വല്ലഈഫു ഫീകും ഖവി ഹത്താ ആഖുദ ലഹുൽ ഹഖ്, നിങ്ങളിൽ ദുർബലന്മാരായ ആളുകൾ പേടിക്കേണ്ട കേട്ടോ, നിങ്ങളുടെ അവകാശം ഞാൻ വാങ്ങിച്ചു തരും, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിച്ചേക്കണം. ഞാൻ അള്ളാഹുവിനും അവന്റെ റസൂലിനും എതിര് ചെയ്താൽ നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല. ആര് പറയാൻ? അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുമാ അധികാരം ഏറ്റെടുത്ത നേരത്ത് ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. അള്ളാഹുവിനെ ഞാൻ അനുസരിച്ചാൽ നിങ്ങൾ എന്നെ അനുസരിച്ചേക്കുക, ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഭരണാധികാരി ഏറ്റവും നല്ല മാതൃകയാകേണ്ടവരാണ്. ഏറ്റവും നല്ല മാതൃക. അവർ അഴിമതിയിൽ കുളിക്കേണ്ടവരല്ല, അവർ സ്വജനപക്ഷപാതം ചെയ്യേണ്ടവരല്ല, അവർ അനീതിയുടെ കൂടെ നിൽക്കേണ്ടവരല്ല, അവര് ഭൂനിവാസത്തിന് കൂടെ നിൽക്കേണ്ടവരല്ല. അവർ ഏറ്റവും നല്ല മാതൃക കാണിക്കണം. മാതൃക കാണിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ഭരണാധികാരികൾ വിശ്വാസം ഉണ്ടാകൂ. അവരിൽ നന്മ വേണം. ഈ നന്മയുടെ സദാചാരത്തിന്റെ സർവ്വ പാഠങ്ങളും കാറ്റിൽ പറത്തിയുള്ള ഒരു ജീവിതത്തിനിടയിലാണ്
അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്ത് റസൂലിൽ നിന്ന് പഠിച്ചെടുത്ത അധികാരത്തിന്റെ പാഠങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നമ്മുടെ സമൂഹത്തിൽ നീതി തരട്ടെ. അള്ളാഹു നമ്മുടെ സമൂഹത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ അവകാശങ്ങൾ കിട്ടുന്ന അവസ്ഥകൾ അള്ളാഹു തരട്ടെ. മനുഷ്യർക്ക് സ്വസ്ഥമായി സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം അള്ളാഹു നമ്മുടെ രാജ്യത്ത് വിശേഷിച്ചും മുസ്ലിം രാജ്യങ്ങളിലൊക്കെയും അള്ളാഹു തആല നടത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. ഒന്നെഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലു. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونقول اللهم صل على വബാരിക് വസല്ലിം അലൈഹി. അധികാരം ഏൽപ്പിക്കപ്പെടാൻ പോകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണോ ഉമർ എന്നവരാണോ മുസ്ലിമീങ്ങളുടെ അമീറാവേണ്ടത്? മുത്തുനബി തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന്റെ മുമ്പേ മുസ്ലിമീങ്ങളുടെ അമീർ നിയമിക്കപ്പെടണമെന്ന സ്വഹാബത്തിന്റെ ഇജ്തിഹാദ്. അവരങ്ങനെ തീരുമാനിച്ചു. ഹബീബിന്റെ ശരീരം, ഭൗതിക ശരീരം മറവ് ചെയ്യാതെ 3 ദിവസം വെച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ ഖലീഫയെ തെരഞ്ഞെടുക്കാൻ. പക്ഷേ ആ പുണ്യമേനിയിൽ നിന്ന് സുഗന്ധമല്ലാതെ മറ്റൊന്നും അടിച്ചു വീശിയിട്ടില്ലെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, അബൂബക്കറെ എഴുന്നേൽക്കണം, കൈതരൂ അബൂബക്കറെ, നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ്, നിങ്ങൾക്കാണ് ഞാൻ ബൈഅത്ത് ചെയ്യുന്നത്, എന്റെ ആദ്യത്തെ വോട്ട് നിങ്ങൾക്കാണ്, അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖ് എന്നവരെ എഴുന്നേൽക്കണേ എന്ന് പറഞ്ഞ് കൈ കൊടുത്തപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഉമറേ, മുസ്ലിമായതിന്റെ ശേഷം നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എന്റെ കൈപിടിച്ചു പറഞ്ഞതാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത അബദ്ധമെന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമുള്ള അധികാരം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഓടുമായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറേ, മുസ്ലിമായതിന്റെ ശേഷം നിങ്ങളിൽ ഞാൻ കാണുന്ന ഒരേ ഒരു അബദ്ധം, എന്നെ നേതാവായി നിങ്ങൾ തെരഞ്ഞെടുത്തതാണ്. ഉമറേ, നിങ്ങളല്ലയോ ആവേണ്ടത്, ഉമറേ, നിങ്ങളല്ലയോ ഞങ്ങളെ നയിക്കേണ്ടത്, ഉമറേ, നിങ്ങളല്ലയോ മനസ്സിന് കട്ടിയുള്ളവർ, നിങ്ങളല്ലയോ ഉമറേ ധീരതയുള്ളവരെ, ഞാനല്ലല്ലോ ഉമറേ നിങ്ങളാ ഖലീഫയാവേണ്ടത്, ഞാനല്ല എന്ന് തട്ടിമാറ്റുകയായിരുന്നു അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രായമായിരുന്നു, പേടിയായിരുന്നു. ഇത് ഉത്തരവാദിത്തമാണ്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും. അബൂദർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുമായിരുന്നു, നബിയെ, മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രദേശത്ത് ആരെങ്കിലും നേതാവായോ അമീറായോ അങ്ങ് നിയമിക്കുമ്പോൾ അബൂദറിനെ മറന്നേക്കരുതേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാ അബൂദർ, അബൂദറേ, ഇത് നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അൽ ഇമാറത്തു ഹസ്റത്തുൻ യൗമൽ ഖിയാമ. അധികാരം അത് വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതർഹമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, നദാമത്തുൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് വരുമ്പോൾ അത് സങ്കടത്തിന് കാരണമാവും. അബൂദറേ, നിങ്ങൾക്കത് വേണ്ട. ഇന്നകും റഉൻ ദഈഫ്, നിങ്ങൾ ദുർബലനാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഒരുമ്പെടേണ്ട, നിങ്ങൾ ഇതിന് ഒരുമ്പെടേണ്ടതില്ലെന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പച്ചയായി പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ഉത്തരവാദിത്തമാണ്. അത് നിർവഹിച്ചാൽ എത്ര വലിയ കൂലിയാണ്, എത്ര വലിയ പ്രതിഫലമാണ്. സമൂഹത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനായി അധികാരം ഏറ്റെടുത്തപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, മാ ഖൗലുകും ലൗ അന്ന അമീറുൽ മുഅ്മിനീൻ ഷാഹദ ഇംറഅതൻ അലാ മഅസിയ. ഉമർ എന്നവരെ മുസ്ലിമീങ്ങളുടെ നേതാവായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് വ്യഭിചാരം ചെയ്യുന്നത് ഉമർ എന്നവർ കണ്ണുകൊണ്ട് കണ്ടാൽ ആ പെണ്ണ് വ്യഭിചരിച്ചു എന്ന് വിളിച്ചു പറഞ്ഞാൽ 4 സാക്ഷികളെ വിസ്തരിക്കേണ്ടതിന് പകരം മുസ്ലിമീങ്ങളുടെ ഉത്തരവാദപ്പെട്ട നേതാവ് എന്ന നിലക്ക് ഞാൻ സാക്ഷി പറഞ്ഞാൽ അമീറുൽ മുഅ്മിനീൻ എന്ന ഒരു വ്യക്തിയുടെ സാക്ഷിത്വം ഈ വിഷയത്തിൽ മതിയാകുമോ ഇല്ലയോ? അവർ തങ്ങളുടെ ചോദ്യം ഇങ്ങനെ, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വല്ലദീന യർമൂനൽ
മുഹ്സനാത്ത്. പതിവ്രതകളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ചാരിത്ര്യ ശുദ്ധി നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ, അവര് സാക്ഷിയെ കൊണ്ടുവരണം, സാക്ഷികളെ കൊണ്ടുവരണം, 4 സാക്ഷികളെ വിസ്തരിക്കണം. ലൗലാ ഇദ് സമിഅ്തുമൂഹു മന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് من المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه ب4 شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാര ആരോപണം ഉന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കണം. 4 സാക്ഷികൾ പച്ചയിൽ വ്യഭിചാരമെന്ന സംഗതി എന്തോ അത് കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ മാത്രം വീഡിയോ ഒരാളുടെ സാക്ഷിക്ക് തെളിവാവുകയുള്ളൂ എന്നാണ് ഉലമാഇന്റെ മതം. 4 സാക്ഷികൾ കണ്ണിൽ കാണണം. 4 സാക്ഷികൾ കണ്ണിൽ കണ്ടാലല്ലാതെ ഒരു വ്യഭിചാര ആരോപണം ഉന്നയിക്കാൻ പാടില്ല. 2 പേര് പച്ചയിൽ കണ്ടിട്ടുണ്ട്, വിളിച്ചു പറയാൻ പാടില്ല. 80 അടിയടിക്കപ്പെടും വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ. 3 ആള് പറഞ്ഞു, മിണ്ടാൻ പാടില്ല. 4 പേരും കള്ളുകുടിയന്മാരാ, മിണ്ടാണ്ടിരിക്കണം, കാരണം അവർക്ക് അടി കിട്ടും. സത്യസന്ധന്മാരായ 4 പേർ, സത്യസന്ധതയുള്ളവർ, നിസ്കരിക്കുന്നവർ, നോമ്പ് നോക്കുന്നവർ, അങ്ങനത്തെ 4 പേരെ പച്ചയിൽ വ്യഭിചാരം കണ്ടെങ്കിലേ അവർക്ക് വ്യഭിചാരത്തിന്റെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂ. ഉമർ തങ്ങളുടെ ചോദ്യം എന്താണ്? ഞാൻ നിങ്ങളുടെ നേതാവാണല്ലോ, നിങ്ങളുടെ ഭരണാധികാരിയാണല്ലോ, ഞാനിങ്ങനെ മദീന റോന്ത് ചുറ്റുന്ന സമയത്തെങ്ങാനും എന്തെങ്കിലും ഒരു തിന്മ കണ്ടാൽ, ഒരു പെണ്ണൊരു തിന്മയിലാണെന്ന് കണ്ടാൽ അതിന് 4 സാക്ഷികളെ കൊണ്ടുവരാതെ ഉമറിന്റെ 2 കണ്ണുകളെ കൊണ്ട് കണ്ടു തന്നെ മതിയാകുമോ? ഞാൻ നിങ്ങളുടെ അമീറുൽ മുഅ്മിനീനല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ഇസ്ലാമിന്റെ പുലിക്കുട്ടിയുടെ മറുപടി വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യഅതി ബി4 ശുഹദാ, 4 സാക്ഷികളെ കൊണ്ടുവരണം എന്നറേ. ഔ യുജ്ലദു ഹദ്ദൽ ഖദ്ഫി, വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ കിട്ടുമല്ലെങ്കിൽ ശഅനുഹു ഫീ ദാലിക ശഅനുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പൊതുജനങ്ങളുടെ അവസ്ഥ എന്താണോ അത് തന്നെയാണ് ഇസ്ലാമിന്റെ അമീറിന്റെയും അവസ്ഥ. നിയമമാണ്. നേതാവിനും പ്രജക്കും തൊഴിലാളിക്കും മുതലാളിക്കും പണ്ഡിതനും വിവരമില്ലാത്തവനും ശറഅന്റെ നിയമം ഒന്ന് തന്നെയാണ്, മാറ്റമില്ല. അമീറുൽ മുഅ്മിനീനാണെന്ന് വിചാരിച്ച് നിങ്ങളെ മാത്രം സാക്ഷി പറഞ്ഞാൽ വിഷയം തെളിയിക്കാൻ പറ്റില്ല. വ്യഭിചാരത്തിന്റെ ആരോപണത്തിന്റെ ശിക്ഷ ലഭിച്ചേക്കും. ആരായി പറയുന്നത്? ആരോടായി പറയുന്നത്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്രയാണ് ഭരണകൂടങ്ങളിൽ കീഴടക്കിയത്. ആ മഹാനോട് പറയാം, ഉമറേ, നിയമം നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെയാണ്, നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെയാണ്. ഒരു നേതാവിനെ ആരെങ്കിലും നിങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ നിങ്ങൾ അയാളെ അനുസരിച്ചേക്കണേ എന്ന് മുത്തനബി പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നിങ്ങളുടെ പരിപൂർണമായ അനുസരണ കൊടുക്കണം, നിങ്ങളുടെ ഭരണാധികാരികളെ അനുസരിച്ചേക്കണം. وَإِن تَأَمَّرَ عَلَيْكُمْ عَبْدٌ حَبَشِيٌّ كَأَنَّ رَأْسَهُ عِنَبٌ طَافِيَةٌ, നിങ്ങളുടെ ഭരണാധികാരി ഒരു എത്യോപ്യക്കാരനായ അടിമയാണെന്ന് വിചാരിക്കുക. അയാളുടെ തല എങ്ങനെയുണ്ട്? മുന്തിരി തെറിച്ചു നിൽക്കുന്ന പോലെ ഇടുങ്ങിയ കഴുത്തും വലിയ തലയുമുള്ള ഒരാളാണെന്നിരിക്കട്ടെ, കാണാൻ ഭംഗിയില്ലാത്ത ആളാണെന്നിരിക്കട്ടെ. നിങ്ങൾ തെരഞ്ഞെടുത്ത ആൾ ഇങ്ങനത്തെ ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ അവരനുസരിച്ചേക്കണമേ. നിങ്ങൾ അനുസരിച്ചേക്കണം. ശറഅന്റെ നിയമം അതാണ്. ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിരിക്കും, സ്വഹാബികളിൽ പ്രമുഖനാണ്. പക്ഷേ കാന അസ്വദൽ ലൗൻ, തൊലി കറുപ്പ് നിറമായിരുന്നു ഉബാദത്ത് റളിയല്ലാഹു അൻഹു. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റോമിന്റെ ഭരണാധികാരിയായിരുന്ന മുഖൗഖിസ് രാജാവിന്റെ, ഈജിപ്തിലെ പാട്രിയാർക്കീസായിരുന്ന മുഖൗഖിസിനെ കാണാൻ വേണ്ടി പറഞ്ഞയച്ച സംഘത്തിലുണ്ട് മഹാനായ നേതാവ് ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു. ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു എന്നവർ മുഖൗഖിസ് എന്ന് പറയുന്ന ഭരണാധികാരിയോട് സംസാരിക്കാൻ നിന്നപ്പോ മുഖൗഖിസ് പറഞ്ഞു, ഈ കറുത്ത ആളല്ലാതെ നിങ്ങളിൽ വേറെ നേതാവില്ലയോ?
നിങ്ങൾക്ക് കാണാൻ കൊള്ളാവുന്ന ആരുമില്ലേ നേതാവായിട്ട് എന്ന് ചോദിച്ചപ്പോഴാണ് മുസ്ലിമീങ്ങൾ ഒന്നാകെ കൊടുത്ത മറുപടി, ഞങ്ങളിൽ ഏറ്റവും നല്ല വിവരവും ഏറ്റവും നല്ല കാഴ്ചപ്പാടുമുള്ള ആള് ഈ മനുഷ്യനാണ്. ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളിൽ ഏറ്റവും നല്ലവരാണിവര്. ആ മഹാന് ഞങ്ങളുടെ മേൽ അമീറായി നിർണയിച്ചിരിക്കുന്നത് ഞങ്ങളുടെ അമീറായ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവാണ്. അതുകൊണ്ട് ഉബാദത്ത് ഇബ്നു സാമിത്ത് എന്ന ഞങ്ങളുടെ നേതാവിനെ മാറ്റുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് പറ്റുമോ? കേൾക്കാമില്ലെങ്കിൽ ഞങ്ങൾ പോവുകയാണ്. മുഖൗഖിസ് രാജാവ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, വെളുത്ത ശരീരമുള്ള സഹാബാക്കൾക്കിടയിൽ കറുത്ത നിറമുള്ള ഉബാദത്ത് ഇബ്നു സാമിത്ത് ഏറ്റവും ഖൈറായവരോ, ഏറ്റവും ഖൈറായവരോ? ഇതെന്തു മതം? ഇസ്ലാം ഇത്രയും ഭയങ്കരമോ? നേതാവിനെ ഇത്ര അംഗീകരിക്കുന്നവർ തൊലിനിറം അവിടെ പ്രശ്നമല്ല, ജാതി അവിടെ പ്രശ്നമല്ല, അവരുടെ ഭാഷ വ്യത്യാസങ്ങൾ അവിടെ പ്രശ്നമല്ല, ജില്ലകളുടെ പ്രശ്നമല്ല. അവരുടെ ഇസ്ലാം എന്നവരുടെ കുടക്കീഴക്ക് കീഴിൽ അവർക്ക് ഇത്രയും നല്ല കാഴ്ചപ്പാടുകൾ. മുസ്ലിമീങ്ങൾ അവരുടെ നേതാവിനെ ഇത്രക്ക് സ്നേഹിക്കുന്നവരോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആജ്ഞകൾ ഇത്രക്ക് അനുസരിക്കുന്നവരോ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതാണ്. നോ റൈസിസം. അവിടെ കളറിന്റെ പ്രസക്തിയില്ല, ജാതി ചിന്തകൾക്ക് പ്രസക്തിയില്ല. ഇത്രയും മനോഹരമോ ഇസ്ലാം? മുഖൗഖിസ് മൂക്കത്ത് വിരൽ വെച്ചു പോയിട്ടുണ്ട്. ഉബാദത്ത് ഇബ്നു സാമിത്ത് എന്നവരെ മാറ്റി നിർത്തിയാൽ എത്രയോ സ്വഹാബികൾ, പ്രമുഖന്മാരും പ്രമാണിമാരും അക്കൂട്ടത്തിലുണ്ട്. അവരൊക്കെ പറഞ്ഞു, ഈ കറുത്ത സ്വഹാബി ഇവർ തന്നെയാണ് ഞങ്ങളുടെ നേതാവ്, ഞങ്ങളിൽ ഖൈറായവർ, ഏറ്റവും നല്ല ഇൽമുള്ളവർ, നല്ല കാഴ്ചപ്പാടുള്ളവർ ഈ നേതാവാണ്. കഴിഞ്ഞു. പിന്നെ പറയുമായിരുന്നത്, നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമേ, മുസ്ലിമീങ്ങളുടെ ശബ്ദം ഒന്നാകണമേ, വിഭിന്ന സ്വരത്തിലേക്ക് പോകരുതേ, നിങ്ങൾ ഒരുപാട് ജാതികളും ഉപജാതികളുമായി ഛിന്ന ഭിന്നമായി പോകല്ലേ, നിങ്ങൾ ഒന്നായി നിൽക്കണമേ. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അധികാരത്തിന്റെ മുമ്പിൽ അധികാരത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് അക്രമം ഇസ്ലാം അനുവദിക്കുകയില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പാടുള്ളതല്ല. ആര് വിചാരിച്ച്? അല്ലാഹുവിനെ വിചാരിച്ച്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് വരുന്നുണ്ട് ജബലത്ത് ഇബ്നു ഐഹം എന്ന് പറയുന്ന ആൾ. ഭരണാധികാരികളിൽപ്പെട്ട ആളാണിത്. ഇന്നത്തെ സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റിലങ്ങ് മേലോട്ട് ജോർഡാനിന്റെ ഭാഗത്ത് താമസിച്ചിരുന്ന അറബ് ഗോത്രങ്ങളാണ് ഖസാസിന. അവരുടെ നേതാവാണ് ജബലത്ത് ഇബ്നു ഐഹം. അദ്ദേഹം മദീനയിലേക്ക് വരുന്നു. എങ്ങനെയാ വന്നത്? യൂണിഫോം ധരിച്ച 500ഓളം കുതിര പടയാളികളുമായി, ഒരേ നിറത്തിലുള്ള കുതിരകൾ, 500ഓളം ആളുകൾക്ക് ഒരേ തരത്തിലുള്ള ഡ്രസ്സ്, ഇതൊക്കെ അണിഞ്ഞുകൊണ്ടാ വരുന്നത്. അദ്ദേഹം എന്ന മുസ്ലിമല്ല. മദീനയിലേക്ക് വന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ഭരണാധികാരി. അവർ ചെന്നിട്ട് പറഞ്ഞു, ഉമറേ, ഇസ്ലാം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു, ഞാൻ മുസ്ലിം ആവുകയാണ്. അതെയോ ജബല, യു ആർ മോസ്റ്റ് വെൽക്കം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഞാൻ എന്ത് ചെയ്യണം? ഇഷ്ഹദ്, നിങ്ങൾ ഷഹാദ ചൊല്ലിയേക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ജബല മുസ്ലിമായി. പക്ഷേ ഇസ്ലാം നൈമിഷിക നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുന്നു. ഉമർ തങ്ങൾ ചോദിച്ചു, ജബല, ഹജ്ജിന് പോരുന്നോ? ആ, ഞാനും വരുന്നു. ഹജ്ജിന് പോകാം. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നു. മക്കയിലെത്തി ജബലയുടെ കൂടെ പരിവാരങ്ങളുണ്ട്. നേതാവായിട്ട് വന്ന ആളാണ്, രാജാവായി ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. കാബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ തിക്കും തിരക്കും കാണുമല്ലോ, പാവപ്പെട്ടവരും വൃദ്ധരും അവശരായ ആളുകളും ഒക്കെ കാണുമല്ലോ. കാബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിലേക്ക് ഇന്നലെ വന്ന ജബലക്കറിയില്ല ഇസ്ലാം നൽകുന്ന ഏകത്വം എത്രയാണ്, ഇസ്ലാമിലെ സഹോദര്യബോധം എത്രയാണെന്ന് ജബലക്കറിയില്ല. ജബലയും കൂടെയുള്ള ആളുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ട ഒരാൾ ജബലയുടെ ചവിട്ടി. ജബലത്ത് ഇബ്നു ഐഹം തിരിഞ്ഞു നോക്കിയതുള്ള ഒരടി വെച്ചു കൊടുത്തു ആ സഹാബിക്ക്. മുഖത്ത് മുറിവന്ന സഹാബി ഓടുകയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക്, ഉമറേ, ലതമനി ജബലത്ത് ഇബ്നു ഐഹം, ജബലത്ത് ഇബ്നു ഐഹം എന്റെ മുഖത്തടിച്ചു.
ഉമർ തങ്ങൾ വിളിച്ചു, ജബല ഇവിടെ വാ, നീ ആളടിച്ചോ? ഞാൻ അടിച്ചു. നിങ്ങൾ ചെയ്തതൊക്കെ സമ്മതിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഖിസാസ് വേണം. എന്തുകൊണ്ടാണ് നിങ്ങൾ അടിക്കാൻ കാരണം? അമീറുൽ മുഅ്മിനീൻ, എന്റെ വസ്ത്രത്തിൽ അയാൾ ചവിട്ടി. ലൗലാ ഹുർമതു ബൈത്തില്ലാഹി ലഖതൽതു, അല്ലാഹുവിന്റെ ഹറമിലായി പോയി, അല്ലെങ്കിൽ ഞാൻ അയാളെ കൊന്നുകളഞ്ഞേനെ. ഇവർ തങ്ങൾ പറഞ്ഞു, ജബല നിങ്ങൾക്ക് പിഴച്ചു, ജബലത്തു ബൈഹം നിങ്ങൾക്ക് പിഴച്ചു. ഇന്നൽ ഇസ്ലാം സവ്വാ ബൈനകുമാ. ജബല, നിങ്ങളെയാളെ മുഖത്തടിച്ചതിന്റെ പേരിൽ അയാൾക്ക് നിങ്ങളെയും തിരിച്ചടിക്കേണ്ടി വരും. നിങ്ങൾ എന്തായി പറയുന്നത്? അനമലിക്കുൽ ഗസാസിന, ഗസാസിനയുടെ നേതാവ് രാജാവായ ഞാനും ഈ അങ്ങാടിയിൽ നടക്കുന്ന സാധാരണക്കാരനും ഒരുപോലെയാണെന്നോ? ഞാൻ അടിച്ചതിന് പകരം എന്നെ തിരിച്ചടിക്കുമെന്നോ? ഗസാസിനക്കാരുടെ രാജാവേ, ഇന്നൽ ഇസ്ലാമ സവ്വാ ബൈനകുമാ. മുസ്ലിമായാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരേ കാറ്റഗറിയിലാണ്. അതുകൊണ്ട് ജബല, നിങ്ങൾ തെറ്റ് ചെയ്താൽ ശിക്ഷ അർഹിക്കുന്നു. അള്ളാഹു പറഞ്ഞു, ജബല നിന്ന് കൊടുക്കണം, നിങ്ങൾ അടിച്ചതുപോലെ ഇയാളെ നിങ്ങളെ തിരിച്ചടിക്കും. അദ്ദേഹം ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എനിക്ക് നാളെ വരെ സമയം തരുമോ? ഞാൻ അടിക്കപ്പെടണോ അതല്ല പ്രായശ്ചിത്തം കൊടുക്കണോ എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ്. ആവാം, നിങ്ങൾക്ക് സമയമെടുക്കാം. അള്ളാഹുവിനൊന്ന് വിട്ടു. അന്ന് വെറുതെ വിട്ടപ്പോ രാത്രിക്ക് രാത്രി എല്ലാവരും കടന്നുറങ്ങുമ്പോ ജബലത്തുൽ ബൈഹം മക്കയിൽ നിന്ന് രക്ഷപ്പെട്ടു, ഓടി രക്ഷപ്പെട്ടു. മദീനയുടെ സൈഡിലൂടെ ഷാം വഴി അദ്ദേഹം രക്ഷപ്പെട്ട് തുർക്കിയിലെത്തി. അവിടെ എത്തിയിട്ട് ഇസ്ലാമിൽ നിന്ന് പോയി ക്രിസ്ത്യാനിസത്തിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് തന്റെ അവസാന കാലത്ത് ചൊല്ലിയ കവിതകൾ എടുത്തു നോക്കുമ്പോ കാണാൻ കഴിയുന്നുണ്ട്, എന്തിനായിരുന്നു ഞാൻ ആ പണി ചെയ്തത്? ഒരടി പേടിച്ച് ഞാൻ ഇസ്ലാം വിട്ട് ചോടിപ്പോയല്ലോ. ആ അടി കിട്ടലായിരുന്നു. ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടുന്നതിനേക്കാളും നല്ലത് എനിക്ക് ആ അടി വാങ്ങിക്കലായിരുന്നു. ആ ഉണർന്നവരെന്നാ പറഞ്ഞത് ഞാനൊന്ന് കേട്ടിരുന്നെങ്കിൽ. അഹങ്കാരം കൊണ്ട്, കൽബിൽ വന്ന അഹങ്കാരം കൊണ്ട് ഇസ്ലാമിന്റെ ഒരു നിയമം അംഗീകരിക്കാൻ കഴിയാതെ പോയതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവേണ്ടി വന്നു ജബലത്തുൽ ബൈഹം. പക്ഷേ ഒരാളങ്ങ് പുറത്തു പോയാൽ തന്നെയും പ്രശ്നമല്ല, നീതി നടപ്പാക്കപ്പെടണം. പാവപ്പെട്ടവൻ അറിയിക്കപ്പെടുന്നത് കിട്ടണം, അവരുടെ അവകാശങ്ങൾ ലഭിച്ചിരിക്കണം. ഇത് നടപ്പാക്കുകയാണ് ഇസ്ലാമിക ഭരണകൂടം ചെയ്യുന്നത്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അതാണ് ചെയ്തത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതാണ് ചെയ്യുന്നത്. അന്യായമായ ഹക്കടപാടുകൾ പിടിച്ചുപറി നാട്ടിൽ സുലഭമാണ്. ഓരോരുത്തരുടെയും സ്ഥലം, അവരുടെ വീട് ഫോർജ് ചെയ്തിട്ട് ഡോക്യുമെന്റുകൾ ഉണ്ടാക്കിയിട്ട്, ആധാരങ്ങളും അടിയാധാരങ്ങളും ഉണ്ടാക്കിയിട്ട്, പച്ചക്കള്ളമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി മുദ്രക്കടലാസിൽ ഒപ്പിട്ട് കൊടുത്താൽ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ശ്രദ്ധിക്കണേ. മുസ്ലിമീങ്ങളായ ആളുകളുടെ ഹക്കടപാടുകൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ ഹക്കുകൾ പിടിച്ചു പറിക്കാനോ തൊടാനോ അള്ളാഹു നമുക്ക് അവകാശം തന്നിട്ടില്ല. അങ്ങനെ വല്ലതും കൈപ്പറ്റിപ്പോയാൽ ഭരണാധികാരികൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം. ഇസ്ലാമിക ഭരണാധികാരത്ത് എത്രയോ ഭരണാധികാരികൾ തന്റെ മുൻഗാമികൾ ചെയ്ത തിന്മകൾ തിരുത്തിയിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്നെയാവട്ടെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോ ഒരാൾ വന്ന് വിളിക്കുന്നുണ്ട്, ഒരാളോട് വന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു, അലാ മൻ കാനത് ലഹു മദ്ലമ ഫൽയർഫഅഹാ ഇലാ അമീരിൽ മുഅ്മിനീൻ. ആർക്കെങ്കിലും എന്തെങ്കിലും അക്രമമോ അനീതിയോ നടന്നിട്ടുണ്ടെന്ന് തോന്നിയാൽ അവർ അമീറുൽ മുഅ്മിനീൻ അറിയിച്ചേക്കണമേ. ഉമർ റളിയല്ലാഹു അൻഹു വിളംബരം ചെയ്തു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു, ആർക്കനീതി ഉണ്ടെങ്കിലും ഇങ്ങോട്ട് പറയാം. ആ ഒരു ദിവസമുണ്ട്, അബ്ബാസ് ഇബ്നുൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്, തന്റെ അളിയനാണ് വലീദ് ഇബ്നു അബ്ദുൽ മലിക്, അദ്ദേഹത്തിന്റെ മകൻ തന്റെ മുമ്പിലുണ്ടാകുമ്പോ ഒരു ക്രിസ്ത്യാനി കടന്നു വന്നു. അദ്ദേഹം ഹിംസുകാരനാണ്, ഷാമുകാരനാണ്, തലയും താടിയുമെല്ലാം നരച്ചു പോയിട്ടുണ്ട്. ആ ക്രിസ്ത്യാനി വന്ന് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായവരെ, അസ്അലുക ബികിതാബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥം മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, എന്താണത്?
അദ്ദേഹം പറഞ്ഞു, അബ്ബാസ് ബിനുൽ വലീദ് ബിൻ അബ്ദുൽ മലിക് തന്റെ ഭൂമി അന്യായമായി കൈപ്പറ്റിയിട്ടുണ്ട്. തന്റെ ഭൂമി നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന രാജകുമാരൻ, നിങ്ങളുടെ അളിയന്റെ മോന് അന്യായമായി എന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബ്ബാസിനോട് എന്ത് പറയുന്നു? അദ്ദേഹം പറഞ്ഞു, എന്റെ വാപ്പ വലീദ് ബിൻ അബ്ദുൽ മലിക് എനിക്ക് തന്നതാണ്. വലീദ് ബിൻ അബ്ദുൽ മലിക് എന്റേതാണെന്ന കത്തും എനിക്ക് തന്നിട്ടുണ്ട്. ആ ക്രിസ്ത്യാനി പറഞ്ഞു, കള്ളമായിരുന്നു അമീറുൽ മുഅ്മിനീൻ. അസ്അലുക ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഖുർആനെ മുൻനിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ വിശ്വാസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ വചനമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഖുർആൻ മുൻനിർത്തി ചോദിക്കുകയാണ്. എന്റെ ഭൂമിയാണത്, തട്ടിയെടുത്തതാണ് മുൻഗാമിയായ, നിങ്ങളുടെ മുൻഗാമിയായ വലീദ് ബിൻ അബ്ദുൽ മലിക്. എനിക്കത് വേണം. അത് തട്ടിപ്പറിച്ചിരിക്കും ാണ് അബ്ബാസിന് പറിച്ചു കൊടുത്തത്, അന്യായമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്. അവർ പറഞ്ഞു, കിതാബുല്ലാഹി അഹഖു അൻ യുത്തബ മിൻ കിതാബിൽ വലീദ് ബിൻ അബ്ദുൽ മലിക്. വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കിതാബിനെക്കാളും അല്ലാഹുവിന്റെ കിതാബാണല്ലോ നമ്മൾ അംഗീകരിക്കേണ്ടത്. അതുകൊണ്ട് അബ്ബാസ് ആ ഭൂമി ഈ ക്രിസ്ത്യാനിക്ക് തിരിച്ചു കൊടുത്തേക്കണം. തിരിച്ചു കൊടുക്ക്. ആരാ ഉത്തരവിടുന്നത്? ഇന്ന് ഭരണാധികാരം ഏറ്റെടുത്ത അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ മനുഷ്യരുടെ ദുൽമ് പരിഹരിക്കാൻ കഴിഞ്ഞാൽ, മനുഷ്യനെ അന്യായമായി കടന്നു കയറി പിടിക്കുന്നത്, മനുഷ്യന്റെ സ്വത്തുക്കളിൽ കയറി പിടിക്കുന്നത്, അന്യായമായി സ്വത്ത് കൈവശം വെക്കുന്നത്, ഭരണാധികാരികളുടെ കൺമുമ്പിലേക്ക് വിഷയമെത്തിയാൽ സത്യം മാത്രം നോക്കിയിട്ട്, നീതി നോക്കിയിട്ട് കോടതി വരാന്തകളിലൂടെ കൊല്ലങ്ങളോളം നടത്താതെ വളരെ പെട്ടെന്ന് പരിഹാരം കാണിച്ചു കൊടുത്താൽ എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷമായിരിക്കും ജനങ്ങളുടെ മനസ്സുകളിൽ. ഇത് നൽകാനാണ് അർശിന്റെ തണൽ കൊടുക്കുമെന്ന് അല്ലാഹു വാക്ക് പറഞ്ഞത്. സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റു യാതൊരു തണലുമില്ലാത്ത നാളിൽ അല്ലാഹു തണൽ കൊടുക്കുമെന്ന് പറഞ്ഞ 7 വിഭാഗത്തിൽ ഒരാൾ ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണകർത്താക്കളാണ്. നീതിയോടുകൂടെ അഴിമതി രാഹിത്യത്തോ, അഴിമതിയില്ലാതെ പക്ഷപാതിത്വമില്ലാതെ സ്വന്തം ആളുകൾക്ക് വേണ്ടി കാര്യം ചെയ്തു കൊടുക്കുന്നത്, അന്യായവും നോക്കാതെ ചെയ്യുന്നവർ അങ്ങനത്തവരല്ല. സത്യസന്ധമായി നിയമം കൈകാര്യം ചെയ്യുന്നവർ, ഭരണം കൈകാര്യം ചെയ്യുന്നവർ, അവരിലെ മുസ്ലിമീങ്ങൾക്ക്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് അർശിന്റെ തണലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇസ്ലാമിന്റെ വളരെ മനോഹരമായ ഭരണകാര്യങ്ങളിലെ ശരീഅത്തിന്റെ ഇടപെടലുകൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കടന്നു വരുന്നു. ഷാമിൽ നിന്നാണ് കടന്നു വരുന്നത്. സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ നോക്കി നടക്കുന്ന മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഷാമിൽ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആളെ അറിയാതിരിക്കാൻ വേഷമൊന്ന് മാറ്റിവെച്ചിട്ട് ജനങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു. ഷാമിൽ പോയി വന്നതാ. പോയതെന്തിനാണ്? ജെറൂസലേമിന്റെ മസ്ജിദുൽ അഖ്സായുടെ ഭരണാധികാരം ഉമർ തങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മസ്ജിദുൽ അഖ്സായുടെ താക്കോൽ അമീറുൽ മുഅ്മിനീന്റെ കയ്യിലേക്ക് ക്രിസ്തീയ പാട്രിയാർക്കീസുമാർ ഏൽപ്പിച്ച നേരമാണത്. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. മാസങ്ങളെടുത്ത യാത്രയാണത്. ഉമർ തങ്ങൾ തിരിച്ചു വന്നപ്പോ ഒരു വൃദ്ധയായ ഒരു ഉമ്മ തന്റെ കൂടാരത്തിൽ ഒരു ചെറിയ കൂരയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന് ചോദിച്ചു, ഉമ്മ മാ ഫഅല ഉമറു, ഉമറിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ നോക്കണേ. ഓരോ വീട്ടിലും ചെന്ന് ഉമർ തങ്ങൾ അന്വേഷിക്കാൻ, എന്താണ് ഭരണാധികാരിയെ കുറിച്ച് ജനങ്ങൾ അന്വേഷിക്കുന്നത് എന്ന്. ഈ ചരിത്രം വളരെ ശ്രദ്ധയോടുകൂടെ ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടതാണ്. അധികാരം കിട്ടാൻ എന്തോ ഒരു രസമാണ്, അത് പറയാൻ എന്തോ ഒരു രസമാണ്. എന്നാൽ ഇതിനേക്കാളും വലുതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇത് ഉത്തരവാദിത്തമാണ്. അൽ അമാറതു ഹസ്റത്തുൻ വനദാമ, അധികാരം സങ്കടമാണ്, ദുഃഖത്തിന് കാരണമാവുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അത് എങ്ങനെയാണ് സന്തോഷമാക്കി മാറ്റുന്നത്? ഉമർ തങ്ങളെ കണ്ട് പഠിക്കണം. ഉമർ തങ്ങൾ ചോദിച്ചു, എന്താ ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ആ സ്ത്രീ പറഞ്ഞു, അഖ്ബല മിനശ്ശാമി സാലിമ, ഷാമിൽ നിന്ന് കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര എനിക്കറിയൂ. മാ തഖൂലീന ഫീ, ഉമറിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്?
യാ ഹാദാ ലാ ജസാഹുല്ലാഹു അന്നി ഖൈറാ, അല്ലാഹു അയാൾക്ക് ഒരു ഗുണവും കൊടുക്കാതിരിക്കട്ടെ. എന്താണെന്നോ, ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഉമർ എന്നവർ ഏറ്റെടുത്തതിന്റെ ശേഷം ഇന്നേ വരേക്കും ഒരു ദീനാറോ ദിർഹമോ ഒരു നയാ പൈസ എനിക്കയാൾ തന്നിട്ടില്ല. അതുകൊണ്ട് ഉമറിന് ഒരു നിലക്കും ഞാൻ ആശംസിക്കാൻ ഒരുക്കമല്ല. എനിക്ക് 5 പൈസ തന്നിട്ടില്ല ഉമർ. അതുകൊണ്ട് ലാ ജസാഹുല്ലാഹു ഖൈറാ. ഉമർ തങ്ങൾ ചോദിച്ചു, അല്ല ഉമ്മ, മദീനയുടെ ഈ അറ്റത്ത് കിടക്കുന്ന നിങ്ങളെ ഉമർ എങ്ങനെ അറിയും? ഉമർ അറിഞ്ഞു കാണില്ല, അതുകൊണ്ടായിരിക്കില്ലേ ഉമ്മ? എന്താ സ്ത്രീയുടെ മറുപടി എന്നറിയോ? മുസ്ലിം സമൂഹത്തിന്റെ അവബോധം നോക്കണം. സുബ്ഹാനല്ലാഹ്, ആ സ്ത്രീ പറയാം, സുബ്ഹാനല്ലാഹ് വല്ലാഹി മാ വനന്തു അഹദൻ യുവല്ലാ അലന്നാസ് വലാ യദ്രി മാ ബൈന മശ്രിഖിഹാ വമഗ്രിബിഹാ. അത്ഭുതം തോന്നുന്നുണ്ട്. മുസ്ലിമീങ്ങളുടെ ഒരു പ്രദേശത്തിന്റെ അധികാരം ഒരാൾ ഏറ്റെടുക്കുമ്പോ അതിന്റെ കിഴക്ക് പടിഞ്ഞാറിനിടയിലുള്ള ആളുകളെ ആ ഭരണാധികാരിക്ക് അറിയില്ലെങ്കിൽ എന്തിന് ഭരണം ഏറ്റെടുക്കണം? സ്ത്രീക്കറിയില്ല ഈ സംസാരിക്കുന്നത് മുസ്ലിമീങ്ങളുടെ അമീറാണ്, അമീറുൽ മുഅ്മിനീനാണെന്ന്. സ്ത്രീക്കറിയില്ല. സ്വന്തം അധികാരത്തിനിടയിൽ കിടക്കുന്ന വീടുകൾ, എത്ര വീടുകളുണ്ട്, എത്ര ഭവനങ്ങളുണ്ട്, എത്ര ഭവനങ്ങളില്ലാത്തവരുണ്ട്, ഇതൊന്നും അറിയാത്തവരാണോ ഭരണാധികാരി എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഫബകാ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വാ ഉമറേ കുല്ലുന്നാസി അഫ്ഖഹു മിൻക, എല്ലാവരും ഉമറേ നിങ്ങളെക്കാളും ബോധമുള്ളവരാണ്. ഹത്തൽ അജായിസു യാ ഉമർ, ഹത്തൽ അജായിസു യാ ഉമർ, വൃദ്ധകളായ ഉമ്മമാർക്ക് പോലും ഉമറേ നിങ്ങളെക്കാളും വിവരമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല ഒന്നുകൂടെ പറഞ്ഞു, യാ അമതല്ലാഹ്, അല്ലാഹുവിന്റെ ദാസിയായവളെ, ഉമ്മൂമ, നിങ്ങൾക്ക് വന്ന ഈ നഷ്ടം, നിങ്ങളോട് ഉമർ തങ്ങൾ ചെയ്ത ഈ അക്രമത്തിന് നരകത്തിൽ നിന്ന് മോചനം കൊടുക്കാൻ ഉമറിനോട് എത്രയാണ് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരേണ്ടത്? അപ്പൊ ആ സ്ത്രീ ചോദിച്ചു, ലാ തഹ്സഅ ബിനാ യർഹമുക്കല്ലാഹ്, എന്നെ കളിയാക്കല്ലടോ സഹോദര, എന്നെ കളിയാക്കല്ലേ. ഉമറിനോട് പോയി എന്റെ അവകാശം നിങ്ങൾ വാങ്ങിച്ചു തരുമെന്നോ? കളിയാക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലസ്തു അഹ്സഉ ബികി, ഞാൻ കളിയാക്കുകയല്ല. ഒന്ന് പറയണം, എത്രയാ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളോട് ഉമർ ചെയ്ത ഈ അന്യായമുണ്ടല്ലോ, ഭരണം ഏറ്റെടുത്തതിന് ശേഷം നയാ പൈസ നിങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞത്, ഉമറിൽ നിന്ന് നിങ്ങൾക്ക് വന്ന അന്യായം പൊറുപ്പിക്കപ്പെടാൻ എത്രയാണ് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരേണ്ടത്? ചോദിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞു, 25 ദീനാർ, 25 സ്വർണ്ണ നാണയം വേണം, 25 സ്വർണ്ണ നാണയം. അങ്ങനെ ഡീൽ ഉറപ്പിച്ചു നിൽക്കുമ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വഴിക്ക് വരുന്നുണ്ട്. കൂടെയുണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും ഉമർ തങ്ങളെ കണ്ടപ്പോ മഹാനായ അലി തങ്ങളും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായവരെ നിങ്ങൾക്ക് സലാം. ഇത് ഉമറിനോടല്ലാതെ റളിയല്ലാഹു അൻഹുവിനോടല്ലാതെ ആരും എന്ന് പറയില്ല. ആ സ്ത്രീ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, വാസൗ അസാ, എന്റെ നാശമേ, ശതംതു അമീറൽ മുഅ്മിനീന ഫീ വജ്ഹിഹി, അമീറുൽ മുഅ്മിനീനെ മുഖത്ത് നോക്കി ഞാൻ ചീത്ത പറയുകയായിരുന്നോ ഇത്രയും നേരം? ഞാൻ അറിഞ്ഞില്ലല്ലോ. വാസൗ അസാ, എന്റെ നാശമേ, എന്റെ ഭരണാധികാരിയെ ഞാൻ മുഖത്ത് നോക്കി ചീത്ത പറയുകയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ബഅസ അലൈക്, നിങ്ങളൊന്നും വിഷമിക്കണ്ട, യർഹമുകില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒരു കഷ്ണം ഒരു പേപ്പർ എടുത്തു ഉമർ റളിയല്ലാഹു അൻഹു. നോക്കണം എന്താണ് അതിൽ എഴുതാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാനിധിയും കരുണാവാരിധിയുമായ അല്ലാഹുവേ നിന്റെ നാമത്തിൽ കുറിക്കട്ടെ.
هذا ما اشترى عمر من فلانة ظلامتها منذ ولي الخلافة إلى يوم كذا ب25 دينارا. ഇത് ഉമർ ഭരണാധികാരം ഏറ്റെടുത്ത അന്ന് മുതൽ ഈ പാവപ്പെട്ട സ്ത്രീയോട് ചെയ്ത അക്രമത്തിന് പരിഹാരമായി കൊടുക്കുന്ന 25 ദീനാർ സ്വർണ്ണ നാണയമാണ്. تدعى عليه عند وقوفه في المحشر بين يدي الله فعمر بريء منه. അല്ലാഹുവേ, ഇങ്ങനെ ഒരു അക്രമം ഉമർ ചെയ്തിട്ടുണ്ട് എന്ന് നാളെ നിന്റെ മുമ്പിൽ ഞാൻ വന്നു നിൽക്കുമ്പോൾ ഈ സ്ത്രീയുടെ വിഷയം പറഞ്ഞ് നീ എന്നെ വിചാരണ ചെയ്യരുത് പടച്ചവനെ, ഉമർ നിരപരാധിയാണ്. ഉമർ അതിവിടെ പരിഹരിച്ചിട്ടുണ്ടല്ലോ. ഷഹീദ അലാ ദാലിക അലിയുൻ വബ്നു മസ്ഊദ്, അതിന് സാക്ഷിയാണ് അലിയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും, രണ്ടുപേരും അതിന് സാക്ഷിയാണ്. ഈ പെണ്ണിന്റെ വിഷയത്തിൽ ഈ പെണ്ണിനെ ഞാൻ നോക്കിയില്ലെന്നോ, അവർക്ക് കിടപ്പാടം കൊടുക്കാതെ ഒരു വീട് വെക്കാൻ നോക്കിയിട്ട് പഞ്ചായത്തിൽ നിന്ന് പാസ്സായി കിട്ടേണ്ട തുച്ഛമായ സംഖ്യ കിട്ടാൻ വേണ്ടി 500 തവണ പാവപ്പെട്ട ഉമ്മമാരെ പഞ്ചായത്ത് ഓഫീസ് റൂമുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നവർ മനസ്സിലാക്കണേ. ഒരു ടോയ്ലറ്റ് കുഴിക്കണമെങ്കിൽ കിട്ടുന്ന സഹായം കിട്ടാൻ വേണ്ടി കണ്ടവരുടെ മുഴുവനും കൈകാല് പിടിക്കേണ്ട അവസ്ഥകൾ വരുമ്പോ ഒരു വീട് 2 ചുമരുകളിൽ ഒന്ന് കെട്ടിപ്പടുക്കാൻ ഒരു 4 ചുമരായി കിട്ടാൻ വേണ്ടി വർഷങ്ങൾ കാത്തിരുന്ന് യാചിക്കേണ്ട ഗതി വരുമ്പോൾ പാവപ്പെട്ടവരായ തന്റെ പ്രജകളെ, തന്റെ നാട്ടിലുള്ളവരെ, അവരുടെ അധികാരം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് നിരാലംബരെന്നും ആരൊക്കെയാണ് ഭവനരഹിതരെന്നും അങ്ങോട്ട് ചെന്ന് കണക്കെടുപ്പ് നടത്തി വേണ്ടത് ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഷഹീദ ദാലിക ഷഹീദ അലാ ദാലിക ഉമർ വബ്നു മസ്ഊദ്. ഉമറിന് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നീ വിസ്തരിക്കരുതേ അല്ലാഹ്. ഈ പാവപ്പെട്ട ഉമ്മാക്ക് ഉമർ ഒന്നും കൊടുത്തില്ല, ഉമർ തിരിഞ്ഞു നോക്കിയില്ല എന്ന കേസ് നാളെ അല്ലാഹുവേ നിന്റെ മുമ്പിലേക്ക് ഉമർ വരുമ്പോൾ ഉമറിനോട് നീ അത് ചോദിക്കരുത് പടച്ചവനെ. ഉമർ അത് നിർവഹിക്കുകയാണ്. 25 ദീനാർ വേണമെന്ന് സ്ത്രീ പറഞ്ഞത് ഞാൻ കൊടുക്കുകയാണല്ലാ. ഈ കത്ത് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയണേ. എന്ത് ചെയ്തു ഈ കത്ത്? തന്റെ പൊന്നുമോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇദാ അന മിത്തു, ഞാൻ മരിച്ചാൽ فاجعلها في كفني ألقى بها ربي. മോനെ, ഞാൻ മരിച്ച് എന്നെ കഫംപുടയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ എന്റെ കഫംപുടയുടെ ഉള്ളിൽ ഈ കത്ത് നീ കുറിച്ചു വെക്കണം മോനെ. അള്ളാഹുവിനെ ഞാൻ ചെന്ന് കാണുമ്പോൾ എന്റെ കൂടെ ഈ കത്ത് വേണമെന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റൗളയിൽ കിടക്കുകയല്ലേ മുത്തുനബിയോടൊപ്പം. ഉമർ റളിയല്ലാഹു അൻഹു ആ കിടക്കുന്ന ഫാറൂഖ് എന്നവരുടെ കഫംപുടയുടെ താഴെയുണ്ട്. മദീനയിലെ പ്രാന്തപ്രദേശത്ത് എവിടെയോ കണ്ടുമുട്ടിയ ഈ പാവം പെണ്ണിന് കൊടുത്ത വാക്ക്, ആ വാക്കിൽ എഴുതി കൊടുത്ത കത്ത് ഉമർ തങ്ങളുടെ കഫംപുടയിൽ വെച്ചുകൊണ്ടാണ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇന്നും മദീനയുടെ റൗളയിൽ കിടക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ, അള്ളാഹുവേ, ഞാൻ ഭരണാധികാരം ഏറ്റെടുത്ത നാൾ മുതൽ ഒരാളും എന്റെ ഭരണാധികാരമുള്ള സമയത്ത് ആരും കഷ്ടപ്പെട്ടിട്ടില്ല. അള്ളാഹുവേ, ഞാൻ എന്റെ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ റബ്ബിനെ ചെന്ന് കാണുമ്പോൾ ഈ കത്തിന്റെ കൂടെ വേണം. ഇത് തന്റെ കഫംപുടയിൽ വെക്കാൻ സ്വന്തം പൊന്നുമോൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചുകൊണ്ടാണ് ആ ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോരുന്നത്. നോക്കണം, അധികാരത്തിന്റെ പിന്നാലെ നടക്കുന്നവർ, അതൊരു രസമാണെന്ന് നടക്കുന്നവർ, അതിന്റെ പിന്നാലെ എന്തൊക്കെയോ നേടാമെന്ന് ചിന്തിക്കുന്നവർ ഇത് സങ്കടമാണെന്നും എന്നാൽ നല്ല നിലക്ക് കൊണ്ടു നടന്നാൽ സന്തുഷ്ടമായൊരു ജീവിതത്തിന് കാരണമാണെന്നും മനസ്സിലാക്കുക. നേരെ മറിച്ചാണെങ്കിൽ സങ്കടമാണ്. ഹസ്റത്തുൻ വനദാമ, ഇത് സങ്കടമാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയൊക്കെ ആർക്ക് ചെയ്യാൻ കഴിയും? തനിക്ക് പക്ഷപാതിത്വം ചെയ്യാതെ, തന്റെ ആളുകൾക്ക് വേണ്ടി കാര്യങ്ങൾ അന്യായമായി ചെയ്തു കൊടുക്കാതെ, തന്റെ ആശ്രിതർക്ക് വേണ്ടി, തന്റെ ശിങ്കിടിമാരായ ആളുകൾക്ക് വേണ്ടി ചോദിക്കുന്നത് മുഴുവനും പാസാക്കി കൊടുക്കാതെ ന്യായവും അന്യായവും നോക്കി ചെയ്യാൻ ആർക്ക് കഴിയും? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് യമനിൽ നിന്ന് കുറച്ച് വസ്ത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. യമനിൽ നിന്ന് മുസ്ലിം ഖജനാവിലേക്ക് വരുന്ന കുറച്ച് വസ്ത്രം ഉമർ റളിയല്ലാഹു അൻഹു ഓരോ മുസ്ലിമീങ്ങൾക്കും മദീനയിലെ ഓരോരുത്തർക്കും
ഒരു കഷ്ണം വസ്ത്രം കൊടുത്തു. ഒരു കഷ്ണം, ആ ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ മുട്ടുപുക്കളിന്റെ ഇടയിലുള്ള ഭാഗം, പുക്കൾ മുതൽ കാൽ മുട്ടിന്റെ നേരെ താഴ്ഭാഗം മാത്രം എത്തുന്ന ചെറിയൊരു വസ്ത്രമേ അതുകൊണ്ട് നെയ്തെടുക്കാൻ കഴിയൂ. ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തു. കൊടുത്ത കൂട്ടത്തിൽ ഒരു വസ്ത്രം തന്റെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനും കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങൾ ഒന്നെടുത്തു, ഒന്ന് മോനും കൊടുത്തു. ഇത് മുസ്ലിമീങ്ങൾക്കൊക്കെ ഓരോന്നോരോന്ന്. ആ വസ്ത്രം ധരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിലേക്ക് കടന്നു വരികയാണ്. മിമ്പറിലേക്ക് കയറിയിട്ട് ഉമർ തങ്ങൾ ഖുതുബ തുടങ്ങുന്നു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇസ്മഉ വഅതിഉ, കേൾക്കണേ, അനുസരിക്കണേ, കേൾക്കണേ, അനുസരിക്കണേ എന്ന് പറഞ്ഞപ്പോ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ലാ സംഅൻ വലാ ത്വാഅ, കേൾക്കുകയുമില്ല, അനുസരിക്കുകയുമില്ല. ഉമർ തങ്ങൾ ചോദിച്ചു, എന്തേ അതിന് കാരണം? നിങ്ങൾ ഞങ്ങളെക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ. ഉമർ തങ്ങൾ ചോദിച്ചു, എന്ത്? ഞങ്ങൾക്കൊക്കെ നിങ്ങൾ ഒരു കഷ്ണം വസ്ത്രം തന്നിട്ട് അതുകൊണ്ട് ഒരു ചെറിയ വസ്ത്രമല്ലേ നെയ്തെടുക്കാൻ കഴിയൂ? നിങ്ങൾ നീളമുള്ള ആളാണല്ലോ ഉമറേ. ഉമർ റളിയല്ലാഹു നല്ല ഹൈറ്റ് ഉള്ള മഹാനായിരുന്നു. ഉമറേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന പോലെയുള്ള വസ്ത്രമാണെങ്കിൽ ഇത്ര നീളമുള്ള നിങ്ങൾക്ക് ഇത്ര താഴ്ന്നു നിൽക്കുന്ന വസ്ത്രം നെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെക്കാളും ഒരു കഷ്ണം ഏറെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേൾക്കില്ല. ഖലീഫയോടായി പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡിപ്ലോമസി, ഇങ്ങനെയൊക്കെയുള്ള ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ലോകത്തെ ഏത് ഭരണകൂടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്? ഉമർ തങ്ങളോട് പറയാ, നിങ്ങൾ കേൾക്കണം എന്ന് പറയല്ലേ? ഞങ്ങൾ കേൾക്കൂല. എന്തേ? ഞങ്ങളെക്കാളും നിങ്ങൾ മുസ്ലിമീങ്ങളുടെ പൊതുഖജനാവിൽ നിന്ന് ഏറെ എടുത്തിട്ടുണ്ടല്ലോ. കാരണം എന്ന് വെച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രം ഇച്ചിരി നീളം കൂടുതലുണ്ട്, മറ്റേതൊക്കെ ചെറുതാണ്. ആ വസ്ത്രം കൊണ്ട് അത്രേ പറ്റൂ. ഉമർ തങ്ങളുടേത് നീളം കൂടിയിട്ടുണ്ട്. ഇതെങ്ങനെ വന്നു എന്നാണ് അറിയേണ്ടത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, തന്റെ മോനുണ്ട് അവിടെ, ഖുതുബ നടക്കുന്ന മസ്ജിദിലുണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ പറഞ്ഞു, യാ അബ്ദുല്ലാഹ് അജ്ബ അൻ കലാമി, അബ്ദുല്ലാഹ് വാപ്പാക്ക് വേണ്ടി മറുപടി പറയേ. ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു. മോൻ അബ്ദുല്ലാഹ് മറുപടി പറയേ. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിമീങ്ങളെ, എനിക്ക് മുസ്ലിമീങ്ങളിൽ ഓരോരുത്തരെ പോലെ അർഹിക്കുന്ന ഒരു കഷ്ണം വസ്ത്രം എന്റെ വാപ്പ നിങ്ങൾക്ക് തന്ന പോലെ എനിക്കും തന്നിട്ടുണ്ടല്ലോ. എന്റെ ആ വസ്ത്രം എന്റെ വാപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഞാൻ കൊടുത്തതാണ്. ഉമർ തങ്ങൾക്കുള്ള ആ ഒരു കഷ്ണവും എന്റെ കഷ്ണവും കൂട്ടി തുന്നിയപ്പോഴാ ഉമർ തങ്ങൾക്ക് നീളമുള്ള വസ്ത്രമായത്. ഉമർ തങ്ങൾ അന്യായമായി പറ്റിയതല്ല, എന്റെ ഓഹരി ഞാൻ വാപ്പാക്ക് കൊടുത്തതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സംഗതി വിവരിച്ചു കൊടുത്തപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അമ്മൽ ആന ഫസ്സംഉ വത്വാഅ, ഇനി പറഞ്ഞോളൂ ഉമറേ, ഞങ്ങൾ കേൾക്കാം, അനുസരിക്കാം. എന്തൊരു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു കഷ്ണം പോലും ഏറെടുത്തിട്ടില്ല. എന്തേ? ഇത് മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്താണ്, ഇത് അന്യായമായി കൈപ്പറ്റാൻ പറ്റില്ല, ഇത് പൊതുസമൂഹത്തിൻ്റെതാണ്, ഇതെന്റെ വീട്ടുകാർക്ക്, എനിക്ക്, എന്റെ മക്കൾക്ക്, എന്റെ കുടുംബത്തിന് എടുക്കാനുള്ളതല്ല. ഒരു സാധാരണക്കാരന്റെ അവകാശം എത്രയോ അത്രേ എനിക്കും അവകാശമുള്ളൂ. അങ്ങനെ ഭരണം നടത്തി കാണിച്ചു കൊടുത്ത ഇന്നത്തെ ഭരണാധികാരികൾക്ക് എത്രമാത്രം പാഠങ്ങളാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ, അലി റളിയല്ലാഹു അൻഹുവിൽ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ എത്രയാണ് പാഠങ്ങൾ കിടക്കുന്നത്? എത്രയാണ്! നീതിയോട് നീതി തന്നെ, അന്യായങ്ങളൊന്നുമില്ല, എന്നും നീതി, എല്ലാറ്റിലും നീതി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹും തമ്മിൽ ഒരു പ്രശ്നം നടന്നപ്പോ ആ പ്രശ്നത്തിന് പരിഹാരം പറയാൻ ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുന്നത് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, മൂന്ന് പേര് സ്വഹാബികൾ. ആര് തമ്മിലാ പ്രശ്നം? ഉമർ റളിയല്ലാഹു അൻഹു തമ്മിലും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, രണ്ടുപേരും സ്വഹാബികളാണ്. അതിൽ ഒരാൾ ഭരണാധികാരിയാണ്. ആരാ ഭരണാധികാരി? ഉമർ റളിയല്ലാഹു അൻഹു. ആരാ വിധി പറയുന്നത്? നബിയുടെ സ്വഹാബികളിൽ നബി തങ്ങളുടെ ഹദീസും ഖുർആനും രേഖപ്പെടുത്തുമായിരുന്ന സ്വഹാബിമാരിൽ ഒരാൾ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വിധി പറയാൻ വേണ്ടി വന്നു. രണ്ടുപേരും കടന്നു വന്നപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും സ്വീകരിച്ചു, വെൽക്കം ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇരിക്കാൻ സൗകര്യമുള്ളൊരു സ്ഥലം കൊടുത്തു. ഭരണാധികാരിയല്ലേ,
കുറച്ച് സൗകര്യം ചെയ്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ ഇവിടെ ഇരിക്കണം. ആര് പറഞ്ഞു? ജഡ്ജ് സയ്യിദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ആ നേരം എഴുന്നേറ്റെന്ന് പറയുകയാണ്, ഹാദാ അവ്വലു ജൗരിൻ ജുർത ഫീ ഹുക്മിക്. സയ്യിദ് ഇബ്നു സാബിത്തെ, നിങ്ങളോട് നീതി ചോദിച്ചു വന്നതാണ് ഭരണാധികാരിയായ ഞാനും ഉബയ്യ് ഇബ്നു കഅബും. ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത അന്യായമാണിത്. എന്താണ് അന്യായം? നിങ്ങൾ എന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുകയോ? നിങ്ങൾ എന്നെ ഉമർ എന്നല്ലേ വിളിക്കേണ്ടത്? അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ച് നിങ്ങൾ എന്നെ ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, എനിക്ക് ഇരിക്കാൻ പുതിയ ഒരു സൗകര്യപ്പെട്ട സ്ഥലമോ, എന്റെ മറുപക്ഷക്കാരനാരാണോ അയാളുടെ കൂടെയല്ലേ ഞാൻ ഇരിക്കേണ്ടത്? എനിക്കൊരു പ്രത്യേക ചെയറും മറ്റേ ആൾക്ക് അതിൽ സൗകര്യക്കുറവും ഇത് നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ ആദ്യം ചെയ്ത അന്യായമാണിതെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒബ്ജക്ഷൻ. സുബ്ഹാനല്ലാഹ്. ഇന്ന് ഇങ്ങനെ റെക്കഗ്നിഷൻ കിട്ടാനാണ് മനുഷ്യന്മാർ നടക്കുന്നത്. റെക്കഗ്നിഷൻ കിട്ടണമെന്ന് ഉമർ തങ്ങൾ പറയാ, വേണ്ട, നിങ്ങൾ എങ്ങനെ എന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുക ഇയാളുടെ മുമ്പിൽ വെച്ചിട്ട്? ഒന്ന്, പിന്നെ എനിക്കിരിക്കാൻ ഒരു വേറെ സ്ഥലവും എന്റെ മറുപക്ഷക്കാരനായ ആൾക്ക് വേറെ സ്ഥലമോ, എനിക്കൊരു ബഹുമാനമോ അത് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ കോടതിയിലാണ്. അതുകൊണ്ട് ഞാനും എന്റെ മറുകക്ഷിയും ഒരുമിച്ച് ഒരിടത്തല്ലേ ഇരിക്കേണ്ടത്. നിങ്ങൾ ഈ ചെയ്തത് ആദ്യത്തെ അന്യായമാണ്. രണ്ടുപേരും ഒരുമിച്ചിരുന്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ. ഉമർ റളിയല്ലാഹു തആല അൻഹും ഉബയ്യ് റളിയല്ലാഹു അൻഹും തമ്മിലാണ് പ്രശ്നം. ഉബയ്യ് റളിയല്ലാഹു അൻഹു ആണ് വാദി, ഉമർ റളിയല്ലാഹു അൻഹു പ്രതിയാണ്. ആരാണോ വാദിക്കുന്നത്, വാദിക്കുന്ന ആൾ തെളിവ് കൊണ്ടുവരണം. ആരാണോ പ്രതി, ആ പ്രതി സത്യം ചെയ്യണം. വാദിക്കുന്ന ആള് ബയ്യനത്ത് കൊണ്ടുവരണം, പ്രതി സത്യം ചെയ്യണം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം വരിക. ഒരാൾ പറഞ്ഞത് എന്റേതാണ്, തെളിവിതാ, എന്റെ തെളിവിതാ. മറ്റേ അല്ല, നിങ്ങൾക്ക് തെളിവുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ അല്ലാഹുവിൽ സത്യം ചെയ്യാം, വല്ലാഹി ഞാൻ ഇത് നിഷേധിക്കുന്നു. വല്ലാഹി എന്ന് പറഞ്ഞ ഒരു മുസ്ലിം നുണ പറയില്ല എന്നാണ്. അതാണ്, അത്ര മതി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു വിധി പറയാൻ പോകുന്നു. ഉബയ്യ് എന്നവരെ തെളിവ് കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇനി സത്യം പറയണം, നിഷേധിച്ച് സത്യം ചെയ്യണം. അപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് കോടതിയിലെ വിധികർത്താവായ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഅഫു അമീറുൽ മുഅ്മിനീന മിനൽ യമീൻ വമാ കുൻതു ലിഅസ്അലഹാ ലിഅഹദിൻ ഗൈരിഹി. ഉബയ്യേ, ഇത്രക്ക് വേണോ? നിങ്ങൾ തെളിവ് കൊണ്ടുവന്ന പക്ഷം ഇനി ഉമർ എന്നവരിവിടെ സത്യം ചെയ്യണം. ഉമർ എന്നവരെ സത്യം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് സഹായിച്ചുകൂടെ? അത് മോശമല്ലേ? ഉമർ എന്നവരെ ഒന്ന് സഹായിച്ചുകൂടെ? അതുകൊണ്ട് ഉബയ്യേ, നിങ്ങൾ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടണം. ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വെട്ടിവീഴ്ച ചെയ്തു കൊടുത്തുകൂടെ? ഇത് ഉമർ എന്നവരല്ലായിരുന്നെങ്കിൽ ഞാൻ ആരോടും ഇങ്ങനെ പറയുമായിരുന്നില്ലെന്ന് കോടതിയുടെ ഒരു അപേക്ഷ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ എന്നവർക്ക് നിങ്ങൾ വിട്ടുകൊടുത്തൂടെ? ഉമർ തങ്ങൾ അതൊന്നും നോക്കാതെ ഉമർ തങ്ങൾ സത്യം ചെയ്തു. ഉമർ അത് നിഷേധിക്കുകയാണ്. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. രണ്ടുപേരും ആ വിധി കേൾക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് എഴുന്നേറ്റു അവിടുന്ന്. എന്നിട്ട് പറഞ്ഞു, സയ്യിദേ, എനിക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ എന്റെ മറുകക്ഷിയോട് നിങ്ങൾ ചോദിക്കുകയോ? സയ്യിദ്, ഇനി ഇസ്ലാമിക ഭരണകൂടത്തിൽ നിങ്ങളെ ഞാൻ ഖാദിയായി നിയമിക്കുകയില്ല. എന്നേക്കുമായുള്ള സസ്പെൻഷൻ, എന്നേക്കുമായി ഡിസ്മിസ് ചെയ്യാൻ. ആരെ? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. എന്തിനെ? അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് അനുകൂലമായി ഒരു വിധി പറയാൻ ശ്രമിച്ചതിന്റെ പേരിൽ സയ്യിദ്, നിങ്ങൾ ഈ പണിക്ക് കൊള്ളില്ല സയ്യിദേ. ഉമറിന് അർഹതയുണ്ടോ? ഉമർ ഏറ്റെടുക്കാം. ഉമറിനില്ലാത്തത് നിങ്ങൾ തരാൻ പാടില്ലല്ലോ സയ്യിദേ. അതുകൊണ്ട് ഇനി മുതൽ സയ്യിദ് ഇബ്നു സാബിത്ത്, നിങ്ങളെ ഞാൻ അധികാരമോ ഖാദിസ്ഥാനമോ അല്ലെങ്കിൽ ജഡ്ജിയുടെ പദവിയോ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയില്ലെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്, എന്താണിതൊക്കെ? ഇത്രയും മഹനീയമായ അതിമനോഹരമായ ഇസ്ലാമിന്റെ സംസ്കാരമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണാധികാരികൾ, ജയിച്ചവർ, ഭരണം ഏറ്റെടുക്കുന്നവർ, ഭരണം നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ, ഒരു അറാബി, ഒരു മുടിക്കെട്ടുമായി കടന്നു വരുന്നു. ഒരു മുടിക്കെട്ട്
ഒരു കെട്ടുമുടിയ തന്റെ തലമുടിയ കൊണ്ടുവരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഇത്? അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഏൽപ്പിച്ച നിങ്ങളുടെ ഗവർണർ ഉണ്ടല്ലോ അബൂ മൂസ അശ്അരി, അദ്ദേഹം എന്നോട് ദുൽമ് ചെയ്തിരിക്കുകയാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, എന്ത് ദുൽമ്? എന്റെ അവകാശം എനിക്ക് മുഴുവനായി തരാതിരുന്നപ്പോ ഞാനത് തിരിച്ചു കൊടുത്തു. അതിന് 20 അടി അടിച്ചു എന്നെ, എന്റെ മുടി മൊട്ടയടിക്കുകയും ചെയ്തു. ആ മുടിയാണ് ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു കത്തെഴുതി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂ മൂസ, നിങ്ങൾ എന്റെ ഗവർണറാണ്. നിങ്ങളുടെ രാജ്യത്തെ മുഴുവൻ മുസ്ലിമീങ്ങളോടും വരാൻ പറയാം. അവരൊക്കെ വന്നിരിക്കുമ്പോ ഈ അറാബിയെ നിങ്ങൾ ചെയ്തതുപോലെ ആ അറാബി നിങ്ങളെ 20 അടിയടിക്കും, നിങ്ങളുടെ മുടി മൊട്ടയടിക്കുകയും ചെയ്യും. നിന്നു കൊടുക്കുക. ഉമർ തങ്ങളുടെ ഉത്തരവ് വന്നു റളിയല്ലാഹു തആല അൻഹു. ആർക്കെതിരെയാണിത്? ഗവർണർക്കെതിരെ. എന്തിന്? ഒരു പാവപ്പെട്ട അറാബി. ആരാണ് അറാബി എന്നൊക്കെ പറഞ്ഞ് ഒരു ABCD പോലും പഠിച്ചിട്ടില്ലാത്ത, ഒരു അക്ഷരാഭ്യാസവും ഇല്ലാത്ത ബദുവിൻസ്, അവരെയാണ് അറാബികൾ എന്ന് പറയാ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് വന്നപ്പോ അറാബിയുടെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു. എന്റെ തല നിങ്ങൾ മുണ്ഡനം ചെയ്തോളൂ, ഇതാ ചാട്ടവാർ അടിച്ചോളൂ എന്ന് പറഞ്ഞു. ആ ഒരു നിൽപ്പ് കണ്ടപ്പോ അറാബിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി. പടച്ചവനെ, എന്റെ തലമുടി മുണ്ഡനം ചെയ്യുകയും എന്നെ 20 അടിയടിക്കുകയും ചെയ്ത ആ ഭരണാധികാരിയാണോ ഈ പൂച്ച പോലെ എന്റെ മുമ്പിൽ പോയി നിൽക്കുന്നത്? അതും ഉമർ എന്നവരുടെ ഉത്തരവ് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ അമീർ അബൂ മൂസ അശ്അരി, നിങ്ങളുടെ ഈ വിനയവും നിയമത്തോടുള്ള ബഹുമാനവും കാണുമ്പോ എനിക്ക് നിങ്ങളെ അടിക്കാൻ തോന്നുന്നില്ല. ലൻ യുദ്ലമ അഹദുൻ വഉമർ അമീറുൽ മുഅ്മിനീൻ. അറാബി വാക്ക് വിളിച്ചു പറഞ്ഞു. അത് ലോക ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ലൻ യുദ്ലമ അഹദ്, ഒരാളും ആക്രമിക്കപ്പെടുകയില്ല. വഉമർ അമീറുൽ മുഅ്മിനീൻ, ഉമറാണ് റളിയല്ലാഹു അൻഹു ആണ് മുസ്ലിമീങ്ങളുടെ അമീറെങ്കിൽ ഒരാൾക്കും ഇവിടെ ദുൽമുണ്ടാവുകയില്ല. അതുകൊണ്ട് അബൂ മൂസ അശ്അരി, എനിക്ക് നിങ്ങൾ അടിക്കേണ്ടതില്ല, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് ആ സദസ്സിന്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞു മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ, ഈ അറാബി പുറത്തു കൊടുക്കുകയാണ്. നീതി, അവകാശങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിനടുക്ക് കിട്ടാനും നേടിയെടുക്കാനും അത് ഇത്രക്ക് എളുപ്പമാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. സല്ലി അലാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയം ആയി കഴിഞ്ഞു. 9:15. ഇനി ഒരൊറ്റ